ഹലോ ഹലോ വെൽക്കം 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 ടു റിട്ടേണിംഗ് വ്യൂവേഴ്സ്. ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വെൽക്കം. സന്ദീപ് ഹിയർ വിത്ത് മീ ആർ കൃഷ്ണകുമാർ, അനൂപ് ആൻഡ് ദേഖ. അപ്പോ എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഗ്രാഫിക് നോവൽസും കോമിക്സും ഒക്കെ കഴിഞ്ഞ് ഇനി പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാന്ന് വിചാരിച്ചാൽ, കുറച്ചുകൂടെ മുതിർന്ന ഒരു ടോപ്പിക്കിലേക്ക് പോകാന്ന് വിചാരിച്ചു. അത് കാരണം നമ്മൾ ഇന്ന് ബാലസാഹിത്യം പഠിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് ബാലസാഹിത്യ കഥകളെയും നോവലുകളെയും ഒക്കെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് നമ്മൾ ഇതുവരെ അനൂപിനെ വെച്ച് തുടങ്ങിയിട്ടില്ല അല്ലെ? അപ്പൊ അനൂപിനെ വെച്ച് തുടങ്ങാന്ന്. ഓക്കെ. ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ബാലരമയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അത് കൂടുതലും ചിത്രകഥകളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. ആഹ് എനിക്കൊന്ന് ഫസ്റ്റ് ഇൻട്രോ ടു ബാലസാഹിത്യം എപ്പോഴും ബാലരമ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, സിപ്പി പള്ളിപ്പുറം എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു സ്ഥിരം കഥ എഴുതിക്കൊണ്ടിരുന്നത്. പുള്ളിയുടെ കഥകളൊക്കെ കവിത എഴുതുമായിരുന്നു പുള്ളി, ഒരുപാട് കവിത കവിത എഴുതുമായിരുന്നു. എഴുതുമായിരുന്നു. അപ്പം പുള്ളി അങ്ങനെ കുറെ അനോണിമസ് അല്ലെങ്കിൽ അത്ര ഫേമസ് അല്ലാത്ത കുറെ റൈറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ വർക്ക്സ് വളരെ വളരെ എൻജോയബിൾ ആയിരുന്നു. പിന്നെ ഒരു പതുക്കെ ട്രാൻസിഷൻ ഉണ്ട്, കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ലിറ്ററേച്ചറിലേക്ക് പോകാൻ. അതിനും ബാലരമയാണ് സഹായിച്ചത്. ഇപ്പൊ ഈ നോവൽസ് ഉണ്ടാവും, കുറച്ച് ലൈക്ക് സീരിയസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ. ഈ ലോകനാർക്കാവ് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അത് അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം അത് ഒരുപാട് അധ്യായങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ വലിയ കഥകളുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഇപ്പൊ അതിന്റെ ഒന്നും ഓർമ്മയില്ല, പക്ഷെ അത് ഭയങ്കര ഈഗർനെസ്സോടെ ഇരുന്ന് അത് വായിക്കാറുണ്ട്. ഭയങ്കര പോപ്പുലർ ആണ്. പൂമ്പാറ്റയിലായിരുന്നു അല്ലെ? ബാലരമയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഓർമ്മ ചിലപ്പോ അത്ര കുറച്ച് വേഗമായിരിക്കും, കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്. പിന്നെ കലൂല് ആ പറ. കലൂലുവിന്റെ കൗശലങ്ങള്, അങ്ങനെ കുറെ സീരീസുകളുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെയാണ് വായനയിലേക്ക് നമ്മൾ കടക്കുന്നത്. അത് പിന്നെ തുടങ്ങുമ്പോ നമ്മള് പൂമ്പാറ്റയിലും ബാലരമയിലും ആ പടമുള്ള സാധനങ്ങൾ മാത്രമേ വായിക്കുള്ളായിരുന്നു. വായിക്കും. എപ്പോഴും ഒരു നീണ്ട കഥ സാധാരണ ഉണ്ടാവുമായിരുന്നു. മറ്റേ അതിൽ കുറച്ച് 4 വരി കവിതയൊക്കെയുള്ള കഥാപ്രസംഗം പോലെ കുറച്ച് കഥ, കുറച്ച് കവിത, കുറച്ച് ആ കഥ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ശരിയാണ്, ഉണ്ടായിരുന്നു. അത് ഞാൻ മറന്നുപോയി. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈണത്തിലും താളത്തിലും വായിച്ചു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിൽ എഴുതി വെച്ചാണ് സാധനമല്ലേ? അതെ അതെ അതെ. അതെ. ആ അതാണ് എന്താണ്, വായിച്ചു കൊടുക്കാൻ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അതിന്റെ പേര്. ഒരെണ്ണം കുട്ടികൾക്ക് തന്നെത്താനെ വായിക്കാൻ പറ്റുന്ന കുറച്ച് വലിയ പ്രിന്റ് ഉള്ളതും, പിന്നെ വായിച്ചു കൊടുക്കാൻ ചെറിയ പ്രിന്റും, അതിന്റെ ഇടയ്ക്ക് കവിതകളൊക്കെ കേട്ടിട്ടുള്ളായിരുന്നു. അത് ഓക്കെ. ഇനി ഇല്ല പറഞ്ഞു. പറഞ്ഞോളൂ. ഇല്ല, ഞാൻ പൂമ്പാറ്റയുടെയും ബാലരമയുടെയും കാര്യം പറഞ്ഞപ്പോ അതിന്റെ അകത്ത് സാധാരണ വന്നിരുന്ന പൂമ്പാറ്റയിൽ വന്നിരുന്ന കുറച്ച് കഥകള് കുറച്ച് ഇപ്പോഴും തോന്നുന്നത് അത് ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു. അല്ലെങ്കിൽ ആ കഥകളൊക്കെ കുറച്ചുകൂടെ മുതിർന്ന കഥകളായിരുന്നു. ഇപ്പോഴും എനിക്കൊരു കഥ ഭയങ്കരമായിട്ട് ഓർമ്മയുണ്ട്. ഞാനത് പണ്ട് കൃഷ്ണകുമാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഒരു രാജാവ്, അപ്പൊ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൈനയിലെ ഒരു രാജാവ്, സിൻഹുവ പ്രൊവിൻഷ്യയിലെ രാജാവാണ്. അപ്പൊ അയാൾക്ക് ഈസ് ഇൻ ടെറർ. കാരണം പുള്ളിയെ കൊല്ലാൻ ആരോ വരുന്നുണ്ട്, ഒരാള് വരുന്നുണ്ട്. അയാളിങ്ങനെ പല പല ശ്രമങ്ങൾ നടത്തുകയാണ്. സോ ഫാർ പുള്ളി രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ അയാളെ അയാൾ വരാതിരിക്കാൻ, അയാളെ തടയാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതാണ് ആദ്യത്തെ ഒരു 3-4 ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ട് ഈ കഥ പെട്ടെന്ന് അങ്ങ് ഷിഫ്റ്റ് ആവും. കഥ ഷിഫ്റ്റ് ആയിട്ട് മറ്റവന്റെ പെർസ്പെക്റ്റീവിലാവും, കൊല്ലാൻ വരുന്നവന്റെ. അതുവരെ നമ്മൾ രാജാവിനെ സപ്പോർട്ട് ചെയ്തത് നമുക്ക് മനസ്സിലാവും, രാജാവ് താനി തൊട്ടിയാണ്, ഇയാളുടെ ഫാമിലിയെ ഒക്കെ കൊന്നിട്ടുള്ള മനുഷ്യനാണ്. അപ്പം ഇയാള് ശരിക്കും വരുന്നത് റിട്രിബ്യൂഷനാണ്. ആ കഥ ഫുള്ള് ഷിഫ്റ്റ് ആവും. അതും ഈ ആ വരുന്ന ആൾ ഒരു 7 അടി പൊക്കമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, ഒരു ഒറ്റ കയ്യൻ. ഭയങ്കര ഹോണ്ടിങ് സ്റ്റോറി ആയിരുന്നു. അപ്പൊ അതൊക്കെ പിള്ളേർക്ക് വായിക്കാൻ പറ്റുമായിരുന്നോ, അപ്രോപ്രിയേറ്റ് ആയിരുന്നോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ കഥ പറഞ്ഞിട്ട് ഞാൻ കുറെ സെർച്ച് ചെയ്തു, ഇങ്ങനത്തെ കഥ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരോടൊക്കെ ചോദിച്ചു. അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്ന നന്നായിരുന്നു. എനിക്ക് ആക്ച്വലി ഇലസ്ട്രേഷൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ ആ നീളമുള്ള മുടിയുള്ള ഒരു പൊക്കമുള്ള മനുഷ്യൻ ഒറ്റ കൈ കൊണ്ട് ഒരു പട്ടാളക്കാരനെ ഇങ്ങനെ പൊക്കി എടുക്കുന്നത്. ഓക്കെ. ഇതിനോട് സിമിലാരിറ്റി ഉള്ളൊരു കഥയുണ്ട് കേട്ടോ. കൃഷ്ണകുമാറിന് ചോദിച്ചുകൊണ്ട് ഞാൻ
പറയാണ്. ജെറ്റ്ലിയുടെ ഒരു ഫിലിം ഉണ്ട്, ഹീറോ എന്ന് പറഞ്ഞിട്ട്. ഉം ഹും, ഉം ഹും, ചൈനയുടെ ഉം ഫസ്റ്റ് ഹും, എംപറർ ഉം ഹും. കിൻ ഷി ഹുവാങ് ആണെന്ന് തോന്നുന്നു. പുള്ളി ഈ 6 സ്റ്റേറ്റുകൾ ഒരുമിച്ച് ചേർത്താണ് ചൈന ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് ഒരുപാട് എന്താ പറയുക യുദ്ധമൊക്കെ വേണ്ടി വന്നു, ഒരുപാട് പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഒരു അസാസിൻ വരുന്ന കഥയുണ്ട്. അപ്പൊ ഒരു പക്ഷേ അതായിരിക്കും, അല്ലെങ്കിൽ അതിൽ ചിലപ്പോ നിന്ന് ആയിരിക്കും, ചിലപ്പോ ആയിരിക്കും. ഇൻസ്പിറേഷൻ അത് കൊണ്ടേ ആയിരിക്കും. നേരെ ജസ്റ്റ് തിരിച്ചായിരിക്കുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബേസ് സ്റ്റോറിയിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഇത് ഉണ്ടാക്കി അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. പണ്ട് ഈ വിസ്മയത്തുമ്പത്ത് വിസ്മയത്തുമ്പത്തല്ല, ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയൊരു സിനിമ കണ്ടു, ജസ്റ്റ് ലൈക്ക് ഹെവൻ എന്നും പറഞ്ഞിട്ട്. അത് കണ്ടിട്ടിരിക്കുമ്പോൾ ഞാൻ ഷേടാ യവന്മാര് വിസ്മയത്തുമ്പത്ത് നിന്ന് കോപ്പി അടിച്ചു വന്നു. പിന്നെയാണ് മനസ്സിലായത് ഇത് വേറെ ഏതോ കൊറിയൻ വേറെ സാധനത്തിൽ നിന്ന് പൊക്കിയതാ. ആക്ച്വലി ഒരു ബുക്കായിരുന്നു. ബുക്ക് ഫ്രഞ്ച് മൂവിയായി അവിടെ നിന്ന് ജസ്റ്റ് ലൈക്ക് ഹെവൻ, ജസ്റ്റ് ലൈക്ക് ഹെവന്റെ സോഴ്സ് മെറ്റീരിയൽ ആ പുസ്തകമായിരുന്നു. അല്ലാണ്ട് പക്ഷെ ഉണ്ട് മറ്റേ അത് പറഞ്ഞപ്പോഴാ 13B അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനത്തെ ചില സിനിമകളൊക്കെ സിനിമയിൽ നിന്ന് കോപ്പി, മറ്റേ സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് മീൻസ് കൊറിയനും ഇതൊക്കെ ചെയ്ത സിനിമകളുണ്ട്. അതുപോലെ ഈ പൂമ്പാറ്റയിൽ വന്നിരുന്ന വേറെ 1-2 കഥകളുണ്ട്. ഇത് ഷോർട്ട് സ്റ്റോറിയാണ്, പക്ഷെ ഭയങ്കര ഭയങ്കര കിട്ടില്ല. എന്ന് പറഞ്ഞാല് ആഫ്രിക്കയിലെ 4 യോദ്ധാക്കള് അവര് ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്താൻ പോവുകയാണ്. എന്നിട്ട് രാത്രി ഇവര് എല്ലാ തവണയും ശത്രുവിനെ പിടിച്ചു എന്ന് അവർക്ക് തോന്നുന്നു. ശത്രു ഇപ്പൊ അടുത്തെത്തുമ്പോഴേക്കും പിന്നെ ഇവർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. അടുത്ത ദിവസം ഇവർ ഉണരുമ്പം ശത്രു വന്ന് പോയി കഴിഞ്ഞു, ആളെ കിട്ടുന്നില്ല. അങ്ങനെ മരത്തിന്റെ മുകളിലൊക്കെ കയറി ഒളിഞ്ഞിരിക്കും, ശത്രു പിടിപെടാതിരിക്കും. അവസാനമാണ് മനസ്സിലാവുന്നത് ശത്രു എന്ന് പറയുന്നത് ഉറക്കമാണ്. ഉറക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബോധം ഉണ്ടാവില്ലല്ലോ. നല്ല നല്ല അതുപോലെ ഈ നരേന്ദ്രനാഥിന്റെ അന്ന് 1-2 കഥകളുണ്ടായിരുന്നു. ഒരു ഈ കുഞ്ഞിക്കൂനൻ മേ ബി നമുക്കിപ്പോ നരേന്ദ്രനാഥിലോട്ട് കിടക്കാം അങ്ങനെയാണെങ്കിൽ. ഇത് ഗുഡ് പോയിന്റ്. അപ്പം പുള്ളിയുടെ ആയിരുന്നു ഒരു ആർതർ കൊനാൻ ഡോയലിന്റെ ലോസ്റ്റ് വേൾഡിന്റെ ട്രാൻസ്ലേഷൻ, അജ്ഞാത ലോകം. എനിക്ക് ഇപ്പോഴും അതിലെ പല സാധനങ്ങളും നല്ല ഓർമ്മയാണ്. അതില് ആ ട്രാൻസ്ലേഷനും ഒക്കെ അത് വളരെ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു ട്രാൻസ്ലേഷൻ, നല്ലൊരു സീരീസും ആയിരുന്നു. പ്രൊഫസർ ചലഞ്ചർ, സമ്മർലി, നെഡ് മെലോൺ, ജോൺ റോക്സൺ. ഓർമ്മയില്ല. അത് ഈവൻ നൗ ആ ഒറിജിനൽ സോഴ്സ് മെറ്റീരിയൽ ഇംഗ്ലീഷ് വൺ ആയാലും മലയാളം ആയാലും ഭയങ്കര നല്ല റീഡാണ്, വളരെ നല്ല റീഡാണ്. ഇപ്പൊ വേണേ കണ്ണുടച്ച് വായിക്കാം. വാങ്ങി വെച്ചിട്ടുണ്ട്, വായിക്കണം. ബാക്കി നരേന്ദ്രനാഥിന്റെ ബാക്കി പറയാം. അതെ, നരേന്ദ്രനാഥിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ കുറച്ച് മിസ്ലീഡിംഗ് ആണ്. ഞാൻ അത് മാത്രമേ വായിച്ചിട്ടുള്ളൂ, ഉണ്ണിക്കുട്ടന്റെ ലോകം. ഐ മീൻ അത് വായിച്ചു തുടങ്ങിയപ്പോ ഫസ്റ്റ് ഒരു 1/3 ഇല്ലേ, ജസ്റ്റ് അവന്റെ സോറി. അപ്പൊ ഞാനത് ആ ത്രെഡ് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നു. യു ക്യാൻ ടേക്ക് ഓവർ. അല്ല, കുഞ്ഞിക്കോനില് പിടിച്ചോളൂ. കുഞ്ഞിക്കോനെ ഞാൻ വായിച്ചിട്ടില്ല അല്ലേ? ഇല്ല, മേടിച്ചതേ ഉള്ളൂ. ഞാനും മോന് വേണ്ടിയിട്ട് ആക്ച്വലി വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷെ എഗെയിൻ അവനത്ര ഇതില്ല. ഈ പുള്ളി ഒരുപാട് ഇത് നറേറ്റ് ചെയ്തിട്ടുണ്ട്. പറയിപെറ്റ പന്തിരൂലം, അങ്ങനത്തെ ഒരുപാട് കുഞ്ഞുണ്ണിയും കൂട്ടുകാരും, അങ്ങനെ കുറച്ച് കുഞ്ഞുണ്ണിയും കൊച്ചു നീലാണ്ടനും, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു ഓഥറാണ് KV രാമനാഥൻ. KV രാമനാഥന്റെ പുള്ളിയുടെ അത്ഭുത വാനരന്മാർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പുള്ളിയുടേതും എഗെയിൻ ഇറ്റ് ഈസ് വെരി ഡീപ്ലി ഡിസ്റ്റർബിങ് ഫോർ കിഡ്സ്. അത്ഭുത വാനരന്മാർ എന്ന് പറഞ്ഞിട്ട് 2 പേര് കുരങ്ങന്മാരായി മാറിപ്പോകുന്നു. നമ്മുടെ കുമ്മാട്ടിയുടെ കഥ പോലെയാണ്. കുരങ്ങന്മാരായി മാറിപ്പോകുന്നു, എന്നിട്ട് അവര് തിരിച്ച് മനുഷ്യരൂപം എടുക്കാൻ വേണ്ടി പോകുന്ന ഇതാണ്. പിന്നെ അതുപോലെ അത്ഭുത ദ്വീപ് എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതും ഒരു ഭയങ്കര ഹോണ്ടിങ് സാധനം. പക്ഷെ അത് പൂമ്പാറ്റ അത് നടന്നുകൊണ്ടിരിക്കുമ്പോ എന്തുവാണ് നിന്നുപോയത്. ആ സീരീസ് കംപ്ലീറ്റഡ് ആയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് 2-3 പിള്ളേര്
കുറെ ഒരു ദ്വീപിൽ പെടുന്ന അവിടെ ആക്ച്വലി ഏലിയൻസ് ഭൂമിയെ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് ഒരു ഇത് കൺട്രോൾ സെന്റർ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പിള്ളേര് അവിടുന്ന് രക്ഷപ്പെടാനും ഏലിയൻസിനെ തകർക്കാനും നോക്കുന്നതിന്റെ തകർക്കാൻ നോക്കുന്നതുമാണ് അതിന്റെ കഥ. അതും വളരെ ഭയങ്കര ഹോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ അങ്ങ് അത് ആ പുസ്തകം അത് നിന്നുപോയി ആ സീരീസ്. എനിക്ക് പക്ഷെ ഈ പിള്ളേർക്ക് നമ്മള് ബാലസാഹിത്യം കുറച്ച് സോഫ്റ്റൻ ചെയ്ത് കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം എനിക്കിഷ്ടമായിരുന്നു ഗ്രോയിങ് എനിക്ക് അപ്പ് വളരെ ഇഷ്ടമായിരുന്നു. അതെ അതെ നമ്മൾ വായിക്കുമ്പോൾ റിയൽ റിസ്ക് ഉണ്ടെന്ന് അറിയുമ്പോഴുള്ളൂ നമുക്കുള്ള ടെൻഷൻ വേറെയാണ്. അല്ല, കാക്കയും പൂച്ചയും പ്രധാന കഥാപാത്രങ്ങളാകുമ്പോ ആ ഒരു ഇത് കിട്ടൂല. പക്ഷെ അതിനൊരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പുസ്തകം ഞാൻ വായിച്ചാണ്, ഞാൻ അത് ഒരുപാട് തപ്പിയിട്ടുണ്ട്, ഒരിടത്തും കിട്ടിയില്ല. ഈയിടെ ഒരു കാട്ടിൽ നിന്നാണ് പുസ്തകത്തിന്റെ പേര്. കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാര് കുറെ പേര് ഒരു സൊസൈറ്റി ആയിട്ട് താമസിക്കുകയാണ്. ആ കുരങ്ങന്മാരില് ഓരോരുത്തരെയായിട്ട് കാണാതെ പോവുകയാണ്. അപ്പൊ ഇവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് ഈ കുരങ്ങന്മാർ എവിടെയാണ് കാണാതെ പോകുന്നത്. ഒരു പെർഫെക്റ്റ് ഹൂഡണ്ണിറ്റ് ആണ്. നമുക്ക് ഒരു പിടുത്തവും കിട്ടില്ല. എന്നിട്ട് അവസാനം ആ റിവീല് വരുമ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇറ്റ് ജസ്റ്റ് സെന്റ് എ ചിൽ ഡൗൺ മൈ സ്പൈൻ. കാരണം ഇയാളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഞെട്ടല്, ഒരു അൾട്ടിമേറ്റ് ബിട്രയൽ ഒക്കെ ആയിരുന്നു അതിന്റെ അകത്ത്. ആ And then there were no monkeys. എനിക്ക് അത് ഒരിടത്തും കിട്ടിയില്ല. അത് എന്റെ വീടിന്റെ അടുത്തൊരു പയ്യൻ മറ്റേ പാളയത്ത് പുസ്തകങ്ങൾ അടുക്കി വിൽക്കുമല്ലോ, അവിടുന്ന് പൊക്കി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്ര വലിയ പബ്ലിഷർ ഒന്നുമല്ല. എനിക്ക് ആ ടൈറ്റിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈയിടെ ഒരു കാട്ടിൽ കുരങ്ങന്മാർ. കഥ ഓൾമോസ്റ്റ് ഫുൾ ഓർമ്മയുണ്ട്. ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു കഥയായിരുന്നു. ഈ ശരിക്കും ആളുകളെ കാണാതെ പോകുന്ന പോലെയാണ് ഈ ഓരോ കുരങ്ങന്മാരെ കാണാതെ പോകുമ്പോൾ അവരുടെ അച്ഛനമ്മമാരുടെ ദുഃഖം അങ്ങനെയൊക്കെ എടുത്ത് കംപ്ലീറ്റ്ലി ആന്ത്രോമോർഫൈസ് ചെയ്ത ഒരു സാധനമുണ്ട്. ആ പേരൊക്കെ കേട്ടിട്ട് എന്തോ ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലൊക്കെ തോന്നുന്നു, പഴയ KG ജോർജിന്റെ ഒക്കെ ഫിലിം പോലെയൊക്കെ. അല്ല, ഞാൻ ചോദിക്കുന്ന വെച്ചാൽ ആ സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെച്യൂർ തീംസ് ഒക്കെ കുട്ടികൾക്ക് എത്തുന്ന, അതായത് ഇപ്പൊ ബാലരമ തന്നെയാണെങ്കിലും ഞാൻ വായിച്ച കഥകളിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് എന്താ പറയാ, ഈ പറഞ്ഞ ട്രോമറ്റൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒരു 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന സംഭവം. ഇത് ശരിക്കും പറഞ്ഞാലൊരു ബാലസാഹിത്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രസിദ്ധീകരണമാണെങ്കിൽ പോലും ഈ പറഞ്ഞ കഥകളൊക്കെ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാന്നൊരു റെസ്ട്രിക്ഷൻ അതില്ലല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റില്ല. വായിച്ചു കൊടുക്കുന്നവർ ആ കഥ വായിച്ചു കൊടുക്കും. അപ്പൊ ഞാൻ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വായിച്ചു തന്നിട്ടുണ്ട് പലരും. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനത്തെ ചില കഥകൾ. അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ തീമുകളൊക്കെ വന്ന്, ചിലതൊക്കെ ഈ കൊല്ലലും ഇത് അങ്ങനത്തെ സാധനങ്ങൾ പോലും നമുക്ക് അന്ന് ബുദ്ധിമുട്ടായിരിക്കും. അതും വെച്ചുകൊണ്ട് കുറച്ച് ഇപ്പൊ സിനിമയെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രശ്നമാണ്. ചില പടങ്ങളിലൊക്കെ നമ്മളെന്തായാലും വീട്ടുകാരുടെ കൂടെ ഇരുന്ന് കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇത് വായിച്ചു തരുമ്പോഴും ഇതിനകത്ത് ആളെ കൊല്ലുന്നതും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകുന്ന കുട്ടികളെ കൊണ്ടുപോകുന്നു അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഈ പുസ്തകത്തിൽ അച്ചടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴായിരിക്കും ഒരു റെസ്ട്രിക്ഷനൊക്കെ വന്നിട്ടുണ്ടാവുക. അതായത് ഇന്നത് പാടില്ല എന്നതൊക്കെ. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇത്രയും ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്ര അടിപൊളിയാന്ന് ഓർത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കേസിൽ കഥകളൊക്കെ വളരെ കാക്കാപ്പൂച്ച ആ ലെവലാണ്. അതിന് വലിയ സംഭവമൊന്നുമില്ല. ഒരു മോറൽ കൊടുക്കുന്ന രീതിയിൽ, അതായത് ഫോഴ്സ്ഡ് ആയിട്ടുള്ളതെന്നൊക്കെ പറയാം, ആ രീതിയിലാണ് വരുന്നത്. മറ്റേ കണ്ടന്റ് ചെയ്യാണ് കുട്ടികളെ ശരിക്കും ഇൻസുലേറ്റ് ചെയ്യാണ് അവര്. രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ലാൽ സലാം സിനിമ തിയേറ്ററിൽ പോയി കണ്ടത്. ഇന്നാണെങ്കിൽ ഞാനെന്റെ പിള്ളേരെ കൊണ്ടുപോകില്ല. അതൊന്നും പിള്ളേർക്ക് കാണാൻ പറ്റും. ഞാൻ കണ്ടു, പക്ഷെ അത് കുട്ടികൾക്ക് കാണാൻ ശരിക്കും പറ്റും. നമ്മുടെ പല മലയാള സിനിമകളും നമ്മൾ കിരീടം, ചെങ്കോൽ, ഇതൊക്കെ എങ്ങനെ പിള്ളേരെ കാണിക്കും, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പിള്ളേരെ ഇങ്ങനെ ഒരു ബബിൾ റാപ്പ് ചെയ്തിട്ട് കൊണ്ടു നടക്കുന്നത്. ഒരു പണ്ട് ദൂരദർശനിൽ കാണിച്ച ഒരു ശനിയാഴ്ച രാവിലെകളിൽ ചിൽഡ്രൻസ് മൂവി വരുമായിരുന്നു. അതിലൊരു ഇതുപോലൊരു സിനിമ വന്നാണ്. ഒരു സംഘം സ്കൂൾ കുട്ടികളെ ഇവര് തട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് ടീച്ചറും ആ സ്കൂൾ ബസിന്റെ ഡ്രൈവറും കൂടി അവരെ റെസ്ക്യൂ ചെയ്യുന്നതാണ്. സപ്പോസ് ടു ബി എ ചിൽഡ്രൻസ് മൂവി, പക്ഷെ ഭയങ്കരമായിട്ട് അത് കണ്ട് ഞാൻ പേടിച്ചായിരുന്നു, ശരിക്കും പേടിച്ചായിരുന്നു.
നിങ്ങൾ ആരെങ്കിലും മക്കടി കണ്ടിട്ടുണ്ടോ? മക്കടി എന്ന് പറഞ്ഞിട്ടൊരു ഷബാന ആഷ്കി ചിൽഡ്രൻസ് ആ മൂവി ആയിരുന്നു. പഴയ ഈ പടം. പറഞ്ഞ മാതിരി ശനിയാഴ്ച വന്നിട്ട് കണ്ടിട്ട് പരിപ്പിളകിയാണ് എന്റെ ചിൽഡ്രൻസ് ചിൽഡ്രൻസ് മൂവിയാ. ചിൽഡ്രൻസ് മൂവി ബാലസാഹിത്യ ഹൊറർ ആണല്ലേ, ബാല ഹൊറർ സാഹിത്യ. ഈ പറയുന്ന കോറലീൻ എന്താണ്? കോറലി ആ ആക്ച്വലി ഞാൻ വലുതായിട്ടാ കണ്ടത്. ഗ്രിംസ് ഫെയറി ടെയിൽസ് പലതും അങ്ങനെയല്ലേ. ഈവൻ അതെ മറ്റേ നമ്മുടെ സിൻഡ്രലയുടെ കഥ ശരിക്കും അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തതാണല്ലോ. കാരണം ഉം. ആ സിസ്റ്റേഴ്സ് മറ്റേ അവരുടെ ഷൂ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് കാലിന്റെ വിരല് മുറിച്ച് കളയുന്ന ഒരു മുറിച്ച് സംഭവം കളയുന്നത്. അതിനകത്തുണ്ടായിരുന്നു ഓൾറെഡി. ഹീല് മുറിച്ച് കളയുന്നു. ഹീല് മുറിച്ച് കളയുന്നത് ഉം. ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ ഹാൻസൽ അല്ല ആൻഡ് ഗ്രെറ്റൽ, ഉം. ഹാൻസൽ ആൻഡ് ഗ്രെറ്റൽ ഇട്ട് പുഴുങ്ങും കുട്ടികളിട്ട് മറ്റേ റെഡ് റൈഡിംഗ് ഹുഡ്. റെഡ് റൈഡിംഗ് ഹുഡ്. വാട്ട് ബിഗ് ടീത്ത് ഡു യു ഹാവ്? അതെ. സിൻഡ്രല്ല കഥയില് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഉം. ലാസ്റ്റ് സിൻഡ്രലെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുമ്പോ ഈ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിന്റെ കണ്ണ് കാക്കകൾ വന്ന് പൊത്തിപ്പറിക്കുന്ന ഒരു സീനൊക്കെയാണ്. അതൊക്കെ കംപ്ലീറ്റ്ലി വേസ്റ്റ്. പിന്നെ നമുക്കിപ്പം വേറൊരു രസമുള്ള കാര്യം, ഞാൻ ഇതിന്റെ ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പം ഒരു വിഷയത്തെ കുറിച്ച് നോക്കിയപ്പോൾ കണ്ടതാണ്. ഒരുപാട് ആൾക്കാർക്ക് ട്രോമ ഉണ്ടാക്കിയിട്ട് ഉള്ള ഒരു ചിൽഡ്രൻസ് മൂവി എന്ന് വെച്ചാൽ പിനോക്കിയോ ആണ്. പ്രത്യേകിച്ച് ഈ അതിനകത്തൊരു കുട്ടി, ഡിസ്നി മൂവിയാണ് പിനോക്കിയോ, അതൊരു കുട്ടി കഴുതയായി മാറുന്നു. സോ കഴുതയായി മാറുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം ആണ്. ലൈക്ക് അതിനുശേഷമുള്ള ജീവിതം എന്ന് വെച്ചാൽ ഒരു പക്ഷെ ഇങ്ങനെ മൃഗമാവുന്ന കുട്ടികളുടെ കഥ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, ഈ കുമ്മാട്ടിയിലും ഒക്കെ. അത് കഴിഞ്ഞുള്ള ലൈഫ് ചിലപ്പം നല്ല കഷ്ടപ്പാടുള്ള ലൈഫായിരിക്കും. പിന്നെ മാതാപിതാക്കളെ കാണില്ല. ഇൻ എ വേ അത് ഡെത്താണ്. സോ അത് ഭയങ്കര ട്രോമ ഒരുപാട് പേർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ കുട്ടികൾക്ക്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ വി ഷുഡ് സ്റ്റിൽ ഹാവ് ദാറ്റ്. കുട്ടികൾക്ക് ഡേഞ്ചർ ഒക്കെ അറിയുന്ന ഇങ്ങനെയാണ്. ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് എക്സ്പോഷർ കൊണ്ടുവരുമ്പോഴാണല്ലോ നമ്മള് കുട്ടികൾ മെച്യൂർ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. പൈറ്റ് പൈപ്പർ ഉണ്ട്, പൈറ്റ് പൈപ്പർ ഫാമിലി. കുമ്മാട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ അത് പോരാട്ടം ബാലസാഹിത്യമായിരുന്നു. പോരാട്ടം ബാലസാഹിത്യം. എന്തോരം വയലൻസ് ആണ് അതിന്റെ അകത്ത്. എനിക്ക് പഠിക്കാണ്ടായിരുന്നില്ലേ പഠിക്കാൻ സർക്കസും പോരാട്ടം. ഞാൻ സർക്കസും പോരാട്ടം? പക്ഷെ ഞാനിത് വായിച്ചത് മുത്തച്ഛന്റെ വായനശാലയിൽ നിന്നാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മുത്തച്ഛന്റെ ചാരുകസേരയില് ചാരി ഇരുന്നാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ഞാൻ വായിച്ചിട്ട് എനിക്ക് എനിക്ക് അത്ര അബ്സോർബായിട്ട് ഞാൻ അവിടെ നടക്കുന്ന ഒന്നും അറിഞ്ഞില്ല. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടാണ് ആ കസേരയിൽ നിന്ന് എണീറ്റത്. ആ സമയത്ത് എൻ്റെ കസിൻ വീണ് അരഞ്ഞാണം കുത്തി കേറി അര പൊട്ടി രക്തമൊലിച്ച് അവിടെ കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഒന്നും അറിഞ്ഞിട്ടില്ല. ഇൻസുലേഷൻ. അതൊക്കെയാണ് പേജ് ടേണർ എന്ന് പറയുന്ന സാധനം. എന്നിട്ട് അതിൽ മറ്റേ അമ്പുവിന്റെ മരണമൊക്കെ വരുമ്പോ ഇറ്റ് വാസ് എക്സ്ട്രീംലി ട്രബിളിങ്. ഇത്ര റിപ്പീറ്റ് വാല്യൂ ഉള്ള വേറെ ബുക്കില്ല. ഞാൻ കുറെ വട്ടം വായിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം സ്കൂളിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഈ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ നെക്സ്റ്റ് ഇയറിലേക്കുള്ള പുസ്തകങ്ങളൊക്കെ ആരെങ്കിലും നേരത്തെ കൊണ്ട് തരും, അല്ലെങ്കിൽ അമ്മമാരത് എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിക്കും. ഇത് സമ്മർ വെക്കേഷനിൽ തന്നെ 3-4 വട്ടം വായിച്ചു. സ്കൂൾ തുടങ്ങുമ്പോഴും ടീച്ചറൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മളെല്ലാം നേരത്തെ വായിച്ചു കഴിഞ്ഞു സർക്കസും പോരാട്ടം. അപ്പൊ ഇതിങ്ങനെ കുറെ നാളിന് ശേഷമാണ് എനിക്ക് ഇത് ഈ ഒരു കോപ്പിയും പിന്നെ സർക്കസും ഉണ്ട് താഴെ കൈ കൊടുത്തു. അത് രണ്ടും കിട്ടി. പിന്നെ ഇതിന്റെ ടെക്സ്റ്റ് ബുക്കും ഉണ്ട് എന്റെ. സർക്കസ് വാസ് ജസ്റ്റ് ഓക്കെ. അത് ഈ പറഞ്ഞ കാക്കയുടെ മുച്ചയുടെ കഥയാണ് ശരിക്കും പറഞ്ഞ. അതിന്റെ അകത്ത് കണ്ടന്റ് അധികം ഇല്ല. ഈ പി നരേന്ദ്രനാഥിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വികൃതി രാമന്റെ പഠിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു ഒരു ചാപ്റ്റർ, വികൃതി രാമൻ എന്ന് പറഞ്ഞിട്ട്. കുരങ്ങൻ ഒരു വീട്ടിൽ വന്ന് പെടുന്നതും അച്ഛൻ ആ വീട്ടിലെ കാരണവർ അദ്ദേഹം അതിനെ റെസ്ക്യൂ ചെയ്യുന്നതും കുട്ടികളുടെ കൂടെ കളിച്ച് വളരുന്നതും ഒക്കെ ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികളെ റെസ്ക്യൂ ചെയ്യുന്നു, പല സ്ഥലങ്ങളിൽ നിന്ന് ഈ കുരങ്ങൻ രക്ഷപ്പെടുത്തുന്നതൊക്കെ ആയിട്ടൊരു കഥയായിരുന്നു അത്. അപ്പൊ ഇത് ഞങ്ങൾക്ക് മറ്റേ ഏതോ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നു, മലയാളം സപ്ലിമെന്റിൽ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അതിന്റെ അവസാനം ഒരു എക്സസൈസ് ഉണ്ട്. അതില് ഈ വികൃതിരാമന്റെ ഫ്യൂച്ചർ ഒരു കഥ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരു എക്സസൈസ് ഉണ്ടായിരുന്നു.
ഞാൻ ആ സമയത്ത് ഈ ദൂരദർശൻ സീരിയലൊക്കെ കാണുന്നോണ്ടാന്ന് തോന്നുന്നു ഞാൻ എഴുതിയ കഥ ഒരുപാട് കാലം കഴിഞ്ഞിട്ടുള്ള കഥയായിരുന്നു. അതായത് ഈ അച്ഛൻ മരിക്കുന്നതും പിന്നെ ഇവര് രണ്ട് പിള്ളേര് വലുതായി വികൃതിരാമന് വയസ്സായി വികൃതിരാമനെ അവര് ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതും പിന്നെ അവസാനം എന്തോ ഒരു സംഭവത്തിൽ നിന്ന് പുള്ളി രക്ഷപ്പെടുത്താൻ പോയി വെടിയുണ്ട് വികൃതിരാമൻ മരിക്കുന്നതൊക്കെ ആയിട്ട് ഒരു സംഭവമാണ്. എന്നിട്ട് ഇവര് ചെത കത്തിക്കുന്നതായിട്ട് ഈ സാധനം ഈ സാധനം ടീച്ചർ ക്ലാസ്സിൽ വായിക്കല്ല പുള്ളിക്കാരി വായിച്ചിട്ട് പുള്ളിക്കാരി എന്റെ ബുക്ക് കൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് പോയി അവർക്ക് കൊടുക്കാൻ കൊണ്ടുപോയി. ബാക്കി എല്ലാവരും മറ്റേ പുതിയ ശത്രുക്കളെ ഉണ്ടാക്കി അവരെ രാക്ഷസന്മാരെ കൊണ്ട് അല്ലെങ്കിൽ വേറെ വല്ല ഭൂതവും പ്രേതവും ഒക്കെ ഹൊറർ കഥകളൊക്കെ എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മുടെ കഥ ഭയങ്കര സീരിയലായിപ്പോയി. അത് 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു മലയാളം പഴയ കേരള പാഠാവലി സപ്ലിമെന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ അറിയില്ല, ഇപ്പോഴത്തെ എന്തൊക്കെയാ ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് സർക്കസും പോരാട്ടത്തെ പറ്റി പറഞ്ഞപ്പോ ഉണ്ടല്ലോ, മാലിയെ കുറിച്ച് കൂടുതൽ പറയണം. പിന്നെ മാലി രാമായണം, മാലി മഹാഭാരതം ഒക്കെ ഉണ്ട്, മാലി ഭാരതം. അത് എന്താ പറയാ, അതും ഇതേപോലെ ഒരുപാട് ഈ പുരാണ കഥകളൊക്കെ കുട്ടികളിൽ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവന്ന ഒരു എഴുത്തുകാരൻ. ഞാൻ വായിച്ച മഹാഭാരതം ആരുടെയെന്ന് അറിയില്ല, മാലിയുടെ തന്നെയാണെന്ന് അറിയില്ല. പക്ഷെ ഒരു ഭയങ്കര നല്ല വെൽ നറേറ്റഡ് മഹാഭാരതമായിരുന്നു. രാമായണം മാലി തന്നെയാണ് വായിച്ചത്. പിന്നെ അതുപോലെ ചേർക്കിൽ പാറുക്കുട്ടി അമ്മ അങ്ങനെ ആരോ കൂടെ എഴുതിയ ഒരു വേർഷൻ ഉണ്ടായിരുന്നു മഹാഭാരതവും രാമായണവും, അതും ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ റിപ്പീറ്റ് റീഡ് ആയിരുന്നു, റിപ്പീറ്റ്. എല്ലാ വെക്കേഷനും ഇത് തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് അതേ കോപ്പി, കംപ്ലീറ്റ് പൊടിഞ്ഞ്, മറ്റേ ഹാർഡ് ബൗണ്ട് ഒക്കെ ആയിരുന്നു, പക്ഷെ അതൊക്കെ പൊടിഞ്ഞൊക്കെ ഇരിപ്പുണ്ട്. കുട്ടികളുടെ മഹാഭാരതം എന്ന് പറഞ്ഞൊരു പുസ്തകം അല്ലേ? അത് തന്നെ, കുട്ടികളുടെ മഹാഭാരതം. ഇത് തന്നെയാണ് എന്റെ വീട്ടിലുള്ള കോപ്പിയുടെ അവസ്ഥ. ഫ്രണ്ടിലെയും ബാക്കിലെയും പേജുകളൊന്നുമില്ല. അതും എനിക്ക് വന്ന പുള്ളിക്കാരി തന്നെ, ചെറുക്കിൽ പാർക്കുട്ടിയമ്മ അങ്ങനെ എന്തോ. ചേർക്കിൽ പാറുക്കുട്ടിയമ്മ അത് കൊള്ളാവുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ വായിക്കുമ്പോഴും അത്യാവശ്യം നല്ല ഭാഷയും അത്യാവശ്യം നല്ല സാധനമാണ് എഴുതിയത്. പണ്ട് സുമംഗല എന്ന് പറഞ്ഞ എഴുത്തുകാരി ഉണ്ടായിരുന്നു, പുരാണ കഥകൾ. പഞ്ചതന്ത്രം ട്രാൻസ്ലേറ്റ് ചെയ്ത സുമംഗലയാണ്. ഈ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ മാതൃഭൂമി സപ്ലിമെന്റില് അതിന്റെ കൂടെ നല്ല ഇല്ലസ്ട്രേഷൻസ് വരും. എനിക്കൊന്ന് നമ്പൂതിരി വരച്ചതിനൊക്കെ അതേപോലത്തെ ഒരു സ്റ്റൈലൊക്കെയാണ്. ഒരുപക്ഷെ സുമംഗല തന്നെ വരച്ചായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീഡ്സ് ആണ് പുരാണ കഥകൾ. അത് പറഞ്ഞപ്പോഴാണ് അമ്മ വീട്ടിൽ ഒരു 1001 അറേബ്യൻ രാവുകൾ കൊണ്ടുവച്ച് മോൻ വായിക്കട്ടെന്നും പറഞ്ഞിട്ട്, അമ്മയ്ക്ക് അതിന്റെ അകത്ത് എന്താണ് സംഗതി എന്ന് അറിയത്തില്ലായിരുന്നു. ഞാൻ വായിച്ചു തുടങ്ങിയപ്പോ അതിന്റെ അകത്ത് തുണ്ടോട് തുണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്തു, പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മ ഇതങ്ങ് വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സാധനം കിട്ടൂല. അതിനു മുമ്പ് ഞാൻ ഇരുന്ന് മുഴുവനും വായിച്ച് തീർത്ത്, അത് കഴിഞ്ഞിട്ട് കുറെ നാള് കഴിഞ്ഞ് എനിക്ക് മീസിൽസ് പിടിച്ച് കിടപ്പാണ്. അപ്പൊ അമ്മ ആശുപത്രിയിൽ കൂടുതലിപ്പുണ്ട്. അപ്പോഴാണ് അമ്മ ഈ സാധനം എടുത്ത് തുറക്കുന്നത്. അമ്മ, ഇതൊക്കെയാണോ നീ വായിച്ചത്? സ്റ്റാർട്ടിങ് ഒരുപാട് പേരൻസിന് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അങ്ങനെ അത് വായിച്ചു തുടങ്ങുന്നത്. സെൻസർഷിപ്പ്, അതാ പറഞ്ഞത്, മറ്റേ നമ്മുടെ ബാലപ്രസിദ്ധീകരണങ്ങളിലെ സെൻസർഷിപ്പ് എപ്പോഴാണ് വന്നു തുടങ്ങിയത്? എന്തെങ്കിലും നിയമം വഴിയാണോ? അല്ല, ഇത് ബാലസാഹിത്യം എന്നുള്ള തെറ്റിദ്ധാരണയാണ്. ശരിയാ. ഇപ്പോഴത്തെ പേരൻസ് ആനിമെ കാണുന്ന പോലെ. ആക്ച്വലി പണ്ട് അലിഫ്ലയില് വന്ന സമയത്ത് ഇതിന്റെ രാമാനന്ദ് സാഗറിന്റെ അലിഫ്ലയില് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതിപ്പോ എല്ലാവരും കാണുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ കേസിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 1001 രാവുകൾ ഒരു പുസ്തകം. പക്ഷെ അത് കുട്ടികൾക്കുള്ളതായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ 1001 കഥകൾ, ഇത്രയും കഥകളൊന്നുമില്ല, ഒരു 6-7 കഥ, മറ്റേ നമ്മുടെ അലിബാബയുടെയും കോമൺ ആയിട്ടുള്ള കഥകളല്ലേ, മറ്റേ അത്ഭുത ശക്തിയുള്ള കോഴിക്കരൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങളില്ലേ, അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ സിൻബാദ്, ജഹാസി, ഈ സാധനങ്ങളൊക്കെ. അപ്പൊ ഞാൻ മറ്റേ അതിനകത്ത് കഥ പറഞ്ഞു തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോ കഥയായിട്ട് വിക്രമാദിത്യൻ വേതാളത്തിന്റെ മറ്റേ എഡിറ്റഡ് വേർഷൻ പോലത്തെ ഒരു സംഭവമായിരുന്നു കുട്ടികൾക്കുള്ള. ശരിക്കും പറഞ്ഞ ആ ഒരു ബുക്കിന്റെ പുറത്ത് ഒരു സ്റ്റിക്കറോ വല്ല ഒട്ടിക്കണ്ടായിരുന്നു, ലൈക്ക് 18+ സംതിങ്. ഒരുപാട് പേരൻസിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. സോറി, ലേഖ. അല്ല, ഞാനത് എനിക്കിങ്ങനത്തെ, ഞാൻ
കുട്ടികൾക്കുള്ളതാണോന്ന് ചോദിച്ചാൽ നമ്മുടെ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല അത് ഉം. അത് ശരിക്കും ഞാൻ എനിക്ക് തോന്നുന്നു അത് വീട്ടിൽ എന്റെ ഒരു സിംഗിൾ ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ എല്ലാത്തിലും ഫ്യൂ നോട്ടീസ് ഒരു 1-2 ആനക്കഥകളും അതൊക്കെ രസമാണ്. പക്ഷെ അതിൽ ഇടയ്ക്കുള്ള ചില സ്റ്റോറീസ് ഒന്നും ശരിക്കും യങ് ചിൽഡ്രന് പറ്റിയതല്ല. പക്ഷെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിൽ അതില് കുറെ മാന്ത്രിക ഇതുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എന്റെ ഫേവറേറ്റ്. തുടങ്ങുമ്പോ ഒരു അമ്പലത്തിന്റെ ദൈവനിശ്ചയി കഥയുണ്ടാവും. നമ്പി ആ കടമറ്റത്ത് കത്തനാർ കഥയിലുള്ള കഥകളാണ്. ഞാൻ എന്റെ ഫുൾ ഇത് എന്റെ അടുത്ത് അതിന്റെ കംപ്ലീറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം വായിച്ച കളക്ഷൻ മുത്തച്ഛന്റെ അടുത്ത് ഒരു പഴയ ഈ പറഞ്ഞ പോലെ ഫ്രണ്ടും ബാക്കും മുത്തച്ഛന്റെ ബുക്ക് ആയതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്റെ കയ്യിൽ കിട്ടിയതോടെ അതിന്റെ ഫ്രണ്ട് ബാക്ക് ഒക്കെ പോയി. ആ ബുക്കിൽ നിന്നാണ്. അതിൽ ഈ നമ്മുടെ അതിൽ കായംകുളം കൊച്ചിനിയുടെ സ്റ്റോറി ഉണ്ട് അതിന്റെ അകത്ത്. അതിൽ ചിലതും ഈ പറഞ്ഞമാര് പിള്ളേർക്ക് പറ്റിയതൊന്നും അല്ല. ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ ചിൽഡ്രൻ എയ്തർ. കുറെ യക്ഷിക്കഥകളുണ്ട് അതില്. ഓൾ ദാറ്റ് അതായിരുന്നു എന്റെ ഇൻട്രൊഡക്ഷൻ ടു മലയാളം ബാലസാഹിത്യം. അതായിരുന്നു ബാലരമയുടെ മുമ്പ്. ഐതിഹ്യമാല വായിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആനകളോട് ഇത്രയും ഭ്രമമുള്ള മനുഷ്യനുണ്ടോ എന്ന് എനിക്ക് അപ്പോഴാ തോന്നി തുടങ്ങിയത്. കാരണം മറ്റേ ഓരോ ഗുരുവായൂർ ആനയുടെ കേശവന്റെ കഥയൊക്കെ ഉണ്ടായിരുന്നില്ലേ അതിന്റെ? ഗുരുവായൂർ കേശവൻ, ഗുരു പന്തളം നീലകണ്ഠനുണ്ട്, ആറന്മുള വലിയ ബാലകൃഷ്ണൻ, അങ്ങനെ കുറെ ആനകളുടെ കഥകളുണ്ട്. അത് നല്ല ഭയങ്കര രസത്തില് എൻഡ് ചെയ്യുക അതെ കഥകള്. നല്ലൊരു ഒരു പ്രത്യേക ഒരു ശൈലിയിലാണ് എഴുത്ത് മുഴുവനും. ഒരു സാധു സ്ത്രീ അല്ലെങ്കിൽ ഒരു സാധു അങ്ങനത്തെ ചില പ്രത്യേക വാക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ അധികം ഉപയോഗിക്കാത്ത പഴയ നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ചുള്ള സെന്റൻസുകളാണ്. ഒരു താളത്തിലാണ് ആ മുഴുവൻ എഴുത്ത്. ദൂരദർശനിൽ പണ്ടൊരു ആനക്കഥകൾ എന്ന് പറഞ്ഞൊരു സീരിയൽ വന്നിരുന്നു. അത് ഐതിഹ്യമാലേനെ അധികരിച്ചുകൊണ്ട് കുറച്ച് കഥകൾ അതിലുണ്ടായിരുന്നു. ഗുരുവായൂർ കേശവന്റെ ഒക്കെ കഥ. അത് ഒരു 6-7 എപ്പിസോഡ് എങ്ങാണ്ട് വന്നപ്പോൾ നിർത്തിപ്പോയെന്നാണ് തോന്നുന്നത്. ഓർമ്മയുണ്ടായിരുന്നു, പണ്ട് വന്നിരുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഐതിഹ്യമാലയ്ക്കകത്ത് നമ്മൾ കായംകുളം കൊച്ചണീനൊക്കെ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ അവരുടെ ഒരു സൈഡാണ് കാണിക്കുന്നത്. അതായത് അതെ ഭയങ്കര നല്ല മനുഷ്യനായിട്ട്. പക്ഷെ വേറൊരു സിനിമയിൽ വരുമ്പോൾ, അതായത് നമ്മുടെ ആറാട്ടുപുഴ പണിക്കരുടെ ഒരു പടം വന്നല്ലോ, വിനയന്റെ ഒരു സിനിമ വന്നല്ലോ, 19-ാം നൂറ്റാണ്ട്. അതിനകത്ത് കായംകുളം കൊച്ചുണ്ണി ആളൊരു ഫോറസ്റ്റ് ബ്രിഗാൻഡാണ്, പക്ക ക്രിമിനൽ ടൈപ്പാണ്. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും കൂടി മിക്സ് ആണ് ശരിക്കുള്ള അതിനകത്ത് ഐതിഹ്യമാലയ്ക്കകത്തുള്ള കഥ. ആള് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ അല്ലേ? ആള് ഗ്രേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇത്തിക്കര പക്കിയുടെ കേസ് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് അത്. അല്ല, അയാളല്ലേ ഇവൻച്വലി ബിട്രേ ചെയ്യുന്നത് ഇത്തിക്കര പക്കിയല്ലേ പുള്ളി? അത് കായംകുളം കൊച്ചുണ്ണിയുടെ പോലീസ് പിടിച്ച് മരിക്കല്ലേ എന്ന്? അല്ല, അത് അതെ, ബിട്രേ ചെയ്യുന്നുണ്ട് ബിട്രേ അതിന്റെ ചെയ്യുക. അകത്ത്. ബിട്രേ Betrayal തന്നെയാണ് ഉണ്ട്. ഐതിഹ്യമാലയിലെ കഥ. എനിക്കൊന്ന് മുളമൂട്ടിലടിമയോ അങ്ങനെ ആരൊക്കെയോ ഫ്രണ്ട് മൂപ്പരുടെ കൂടെയുള്ളവരും പിന്നെ പുള്ളിയുടെ രണ്ടാം ഭാര്യ, അതായത് വെപ്പാട്ടി എന്ന് പറയുന്നത്, അവരും കൂടി ബിട്രേ ചെയ്യുന്നതായിട്ടാണ് കഥ. അത് തന്നെയാണ് ഏകദേശം കായംകുളം കൊച്ചുണ്ണിയുടെ സിനിമയിലും അങ്ങനെയാണ് ഏകദേശം ബിട്രയൽ. കൂട്ടുകാർ തന്നെയാണ് ഒറ്റ കൊടുക്കുന്നത്. പക്ഷെ അതില് ഈ പറഞ്ഞ പോലെ ഇയാള് വളരെ നല്ല ഒരു ക്യാരക്ടറാണ്. പുള്ളി റോബിൻ ഹുഡ് ആണ് ശരിക്കും. പക്ഷെ റോബിൻ ഹുഡ് ഒന്നും അല്ല ആള് അത്യാവശ്യം കൊലയൊക്കെ നടത്തിയ ഒരാളാണ്. അത് ഐതിഹ്യമാലയിൽ തന്നെ ഒരു അമ്മുമ്മയെ അറിയാതെ കൊല്ലുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ഫസ്റ്റ് വൈഫിനെയും കാമുകനെയും കൊല്ലുന്നുണ്ട്. അങ്ങനെ 3 മരണങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഈ ഇൻഫിഡിലിറ്റിയും കാര്യങ്ങളും ഒന്നും. പിന്നെ കുറച്ച് ബ്ലീപ്പ് വേർഡ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അത് അവര് തന്നെ സ്റ്റാർ ഇട്ടിട്ട് പ്രിന്റ് ചെയ്തേക്കുന്നത്. അതൊക്കെ ഉണ്ടോ? ഞാൻ ഈ നോക്കിയിട്ട് ഇത് എന്തായിരിക്കും ഇതിന്റെ ഇടയിലുള്ള അലക്ഷ്യം. വിക്കി സോഴ്സിൽ സാധനമുണ്ട്, അപ്പൊ വേണമെങ്കിൽ നോക്കി കമ്പയർ ചെയ്തിട്ട് അതെ പുതിയ പദങ്ങളൊക്കെ പഠിച്ചു. അതെ അതെ, സ്റ്റാർ എന്താന്ന് മനസ്സിലാവുന്നില്ല. മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും എല്ലാം ഉണ്ട് വിക്കി സോഴ്സിൽ. പക്ഷെ പുസ്തകം വായിക്കുന്നതിന്റെ സുഖം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഐതിഹ്യമാലയിൽ കാണിക്കുന്ന കഥ നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ വായ്മൊഴിയായിട്ട് ഇങ്ങനെ പടർന്ന കഥകളിൽ ഒരു കഥ ചങ്കുണ്ണി എഴുതി വെച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എവിടെയോ ഞാൻ ഇങ്ങനെ വായിച്ചു, റിസർച്ചേഴ്സിന് ഈ ഐതിഹ്യമാലയിലുള്ള കായംകുളം കൊച്ചുണ്ണി കഥയുടെ അത്ര വിശ്വാസ്യത പോരാ. കേട്ടുണ്ട് അതില് ഇങ്ങനെ മാർത്താണ്ഡവർമ്മയുടെ ഒരു സ്റ്റോറി ഉണ്ട്, ഭയങ്കര ഫേമസ് ഒരു സ്റ്റോറിയാണത്. അമ്മച്ചിപ്ലാവിന്റെ ആയിരിക്കും. ചക്ക വേണമെന്ന് പറയും. ചക്ക ഇല്ലാത്ത കാലത്ത്
എന്താ അനന്തരവന്മാരോട് ചക്ക എടുത്തോണ്ട് വരാൻ പറയും. അനന്തരവന്മാരും അന്വേഷിച്ച് നടന്നിട്ട് പറയും ഇല്ല ചക്ക കിട്ടിയില്ല എന്ന് പറയും. അത് രാജാവ് ശക്തൻ പറയും തമ്പുരാൻ. ശക്തൻ തമ്പുരാന്റെയാണ്, സോറി. ഓഹോ. പോയി ചക്ക മേടിച്ചോണ്ട് വരാൻ പറയും. ചക്കയില്ല, കിട്ടിയില്ല. അപ്പൊ ദേ വോണ്ട് ടു ബി നെക്സ്റ്റ് കിങ് ആവണം അവർക്ക്, അതാണ് ആഗ്രഹം. അമ്മാവൻ ഒഴിഞ്ഞു വന്നിട്ട് വേണം. അപ്പൊ ശക്തി തമ്പുരാൻ അവിടെയുള്ള അയാളുടെ പടത്തലവനോട് ഒന്ന് പറയും, ഒരു 10-50 ചക്ക പിറ്റേ ദിവസം ആൾക്കാർ എവിടെന്നൊക്കെയോ തപ്പിക്കൊണ്ടെന്ന് ചക്ക കൊണ്ടുവന്ന് തല പോകും. അതിലും മൂത്തതും പഴുത്തതും പഴുക്കാത്തതുമായ ചക്ക കൊണ്ടുവന്ന കഥയൊക്കെ അതിന്റെ അകത്ത്. അപ്പൊ കുറച്ച് ഫോക്ലോർ ഉണ്ട്, കുറച്ച് ഇങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ചില ദൈവങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ, അത് അത് ആ വായിച്ചിട്ടുണ്ട്. അത് അതൊക്കെ വായിച്ചു. ഭയങ്കര അതൊക്കെ ഭയങ്കര രസമുള്ള കഥകളാണ്. അതല്ലേ ഏതോ രണ്ട് ദൈവങ്ങൾ തമ്മിലുള്ളത്, രണ്ടും ആക്ച്വലി ഒരേ ദൈവമാണ്. ആണോ? അങ്ങനെ അങ്ങനെയുണ്ട്. അത് എന്താ കഥ എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ രണ്ടും ആക്ച്വലി ഇപ്പം ഗുരുവായൂരപ്പനും ഉണ്ണിക്കണ്ണൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരേ ദൈവത്തിന്റെ രണ്ട് രൂപങ്ങള്, അവര് തമ്മിൽ കലഹമാണ്. ഇത് ഇങ്ങനെ ഒരു കഥ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതോ ഒരു ഇതുപോലെ എനിക്കൊന്നും മാലി ഭാഗവതത്തിലെ ഏതോ ഒന്ന് തോന്നുന്നു. ശിവന് പെട്ടെന്ന് അനുഗ്രഹം കൊടുക്കുന്ന ആളാണ് ശിവൻ. അപ്പൊ ഒരു അസുരൻ പോയി ശിവനെ പ്രാർത്ഥിച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, ശിവൻ പ്രത്യക്ഷപ്പെട്ടോ പറഞ്ഞു, ഞാൻ ആരുടെ തലയില് തൊടുന്നു അവരുടെ തല പൊട്ടിത്തെറിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ശിവൻ അനുഗ്രഹം കൊടുത്തപ്പോ പുള്ളി ശിവന്റെ തലയെ തന്നെ തൊടാനായിട്ട് ശിവനെ ഇട്ട് ഓടിച്ച കഥ. അത് ഭയങ്കര രസമുള്ള കഥയാണ്. രക്ഷപ്പെടുത്തുന്നത്. എന്നിട്ട് പറയും സ്വന്തം തലയിൽ തൊട്ട് നോക്കണം പറയാം. സ്റ്റെപ്പ് അതേപോലെ കളിക്കാൻ പറയും. അപ്പൊ തലയിൽ തൊടുന്ന സ്റ്റെപ്പ് കളിക്കും. പറ്റിച്ചേ. ഇത്ര കഷ്ടപ്പെട്ട് താമസിക്കുന്നു, മരം മേടിച്ചിട്ട് ഇങ്ങനെ മടുത്തരം കാണിക്കുന്നു, മോശമാണ്. ഈ പറഞ്ഞ പോലെ മറ്റേ പഴയ പുരാണ കഥകളാണ് കൂടുതലും ബാലസാഹിത്യം, അതായത് സേഫ് ആയിട്ടുള്ള പുരാണ കഥകളാണ് ബാലസാഹിത്യമായിട്ട് പണ്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ശനിയുടെ കഥയുണ്ട്. ശിവന്റെ അടുത്ത് ശനി പോയി പറയും, ഞാൻ നിങ്ങളെ ബാധിക്കാൻ പോവുകയാണ്, എങ്ങനെയാ വെച്ചാൽ എസ്കേപ്പ് ആയിക്കോളി എന്ന് പറയും. പുള്ളി ശനീനെ അന്ന് പറ്റിക്കണം എന്ന് വിചാരിച്ചു. അങ്ങേര് അയാൾ ഒളിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തൊക്കെ പോയി ഒളിക്കും. അതായത് അഴുക്ക് ചാലിലെങ്ങാണ്ട് പോയി ഒളിക്കും. എന്നിട്ട് അവസാനം പറയുന്ന ശനിയുടെ അടുത്ത് പുള്ളി പറയുന്നത്, നിങ്ങളെ എന്നെ കിട്ടിയില്ലല്ലോ, ഞാൻ മറ്റേ നിങ്ങളെ പറ്റിച്ചല്ലോ, നിങ്ങളെല്ലാവരെയും ബാധിക്കുന്ന ആളല്ലെന്ന് പറയും. അപ്പൊ പറഞ്ഞു, അതാണ് നിങ്ങളുടെ ശനിയുടെ അപഹാരം, നിങ്ങൾക്ക് അഴുക്ക് ചാലിൽ ഒളിക്കണമെന്നായിരുന്നു നിങ്ങളുടെ. അപ്പൊ അതെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. അത് പക്ഷെ അത് ചിലപ്പോൾ ചിത്രകഥകളായിട്ട് വന്നിട്ടുണ്ടാവാം മിക്കവാറും. ഈ മറ്റേ ഇതിൽ സീരീസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്, നമ്മുടെ ഓം നമ ശിവായൊക്കെ വന്ന സമയത്ത് ബാലരമയിലെ സീരീസ് ആയിട്ട് വരുമായിരുന്നു. ശിവകഥകളോ അങ്ങനെ എന്തൊക്കെയോ, ഹനുമാന്റെ കഥകളൊക്കെ ആയിട്ട് സംഭവം വന്നിരുന്നു. ഒരു ഇതുപോലെ ചിത്രകഥയല്ല, ഇങ്ങനെ ഗദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറെ ആളുകൾക്ക് വായി തോന്നുന്ന അടിച്ചേറ്റി വിടുന്നതാണ്. ഇതുപോലെ ഒരെണ്ണം കേട്ടിട്ടുണ്ടായിരുന്നു. പണ്ട് ശിവനും പാർവതിയും കൂടി ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിന്റെ ഒരു കൊക്കയുടെ അറ്റത്ത് ഒരാൾ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ശിവൻ പറയും, ഇപ്പൊ നോക്കിയാൽ അയാള് താഴെ വീണിച്ചാന്ന് പറയും. അപ്പൊ പാർവതി പറയും, അങ്ങനെ പറ്റൂല, അയാളെ രക്ഷിച്ചേ പറ്റൂ, എന്ത് പാവം മനുഷ്യനാണെന്ന് പറയും. അപ്പൊ ശിവൻ പറയും, ഒരുത്തിന്റെ തലയിലെടുത്ത് ഇങ്ങനെയാണെങ്കിൽ യാതൊരു വിധത്തിലും നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും. പാർവതി പറയും, ഇല്ലല്ല, നമ്മൾ ദൈവങ്ങളാണ്, നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പൊ ശിവൻ പറയും, ഒരു കാര്യം ചെയ്യും, അവൻ വീഴുമ്പോൾ അമ്മാന്ന് വിളിച്ച് വീഴുകയാണെങ്കിൽ നീ രക്ഷിച്ചോ, അച്ചാന്ന് വിളിച്ച് വീഴുകയാണെങ്കിൽ ഞാൻ രക്ഷിച്ചോളാം എന്ന് പറയും. പുള്ളി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു വിടും, പുള്ളി അയ്യോന്ന് വിളിക്കുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല മഹാഭാരതത്തിൽ ഉണ്ടാവുന്നത്, പക്ഷെ ഇതുപോലെ ഏതോ ഒരു പുസ്തകത്തിൽ അടിച്ച് വന്നതാണ്. ഇത് ഓരോ ആൾക്കാര് എഴുതി വിടുന്ന കഥകളാണ്, ചിലതൊക്കെ ഫോക്ലോറാണ്. മറ്റേ എല്ലാ കോട്സും അബ്ദുൽ കലാമിന് അടിച്ചു കൊടുക്കുന്ന പോലെ അബ്ദുൽ കലാമിന് നാരായണമൂർത്തിയുടെ പടവും വെച്ചിട്ട് ഉള്ള കോട്ട് മുഴുവൻ അടിച്ചു കയറ്റുമല്ലോ. ഗാന്ധിജിയൊക്കെ വെച്ചിട്ടല്ലേ. ഞാൻ ആക്ച്വലി ഭയങ്കര വലിയൊരു ഐതിഹ്യമാല ഫാനാണ്. പല സ്റ്റോറീസും ഇങ്ങനെ അതുമാതിരി കടമ്പറ്റത്ത് കത്തില മൂവി ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അത് വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. ഹോം ഡയറക്ട് ചെയ്ത പുള്ളിയുടെയാണ്. കറക്റ്റ്. എനിക്കൊരു ജയസൂര്യാണെന്ന് തോന്നുന്നു. ജയസൂര്യ അത് കുറച്ച് നാളെ മേക്കിംഗ് ഇരിക്കുകയാണ് സാധനം. ട്രെയിലറൊക്കെ കണ്ടിരുന്നു. ഭയങ്കര ക്വാളിറ്റി ഭയങ്കരമാണ്. മേക്കിംഗ് ക്വാളിറ്റി ഭയങ്കരമാണ്. മാമാങ്കത്തിന്റെയും ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ മേക്കിംഗ് ക്വാളിറ്റി നല്ലതാന്ന് പറയും. കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഗ്രാഫിക്സ് ഒക്കെ അത് പ്രതീക്ഷിച്ചിരിക്കണ്ട. പക്ഷെ സാരമില്ല, ആരും വിഷമിക്കണ്ട. കടമ്പത്തൂർ പ്രേം നസീർ അഭിനയിച്ചൊരു സിനിമയുണ്ട്, ഭയങ്കര നല്ലതാണ്. പ്രേം നസീറിന്റെ ഇത്തിക്കര പക്കിയുണ്ട്, മറ്റേ തെങ്ങിന്റെ ഓല വെച്ചിട്ട് കെട്ടി പറന്നു പോണത്.
പടയോട്ടം കണ്ടിട്ടില്ലേ? പടയോട്ടം അടിപൊളി സിനിമയാണ്. എന്തെന്തുണ്ട് കുഴപ്പം? കൗണ്ട് ഞാൻ ഓഫ് കണ്ടു. മോണ്ടി ക്രിസ്റ്റോ. കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ അല്ലേ? അതുമാതിരി അരക്കള്ളൻ മുക്കാക്കള്ളൻ അടിപൊളി സിനിമയല്ലേ? എനിക്ക് ഭയങ്കര പിന്നെ ഇഷ്ടം. അത് അതൊക്കെ വയനാടൻ തമ്പാൻ എപ്പിക്ക്. ഓർമ്മയുണ്ടോ? വയനാട്. അത് ഹൊറർ. കമലഹാസൻ യൂട്യൂബിൽ കമലഹാസൻ കുഞ്ഞിട്ട് അല്ലേ? കൊള്ളു. കമലഹാസന്റെ കമലഹാസൻ. ബിരുദൻ ശംഖു ഓർമ്മയുണ്ടോ? അടൂർവാസി. അടൂർ ബാസി അത് ഓർമ്മയുണ്ട്. ഉഗ്രൻ ഒരു സാധനമാണ്. ഉഗ്രൻ പടമാണ്. അത് ബിരുദൻ ഭയങ്കര ശംഖു കോ കഥ ബേസ്ഡ് അല്ലായിരുന്നു, അത് ബാലസാഹിത്യം എന്തോ അല്ലായിരുന്നു ആ അത് പണ്ട്. അത് ബാലസാഹിത്യമായിരുന്നു. കോൺ ആർട്ടിസ്റ്റ് ആണ് ബിരുദൻ ശംഖു. നല്ല നല്ല സംഭവമായിരുന്നു അത്. ഈ പഴയ കഥകളൊക്കെ വെച്ച് ആലോചിക്കുമ്പോൾ പണ്ട് ഈ നമ്മള് റാഗ്സ് ടു റിച്ച് സ്റ്റോറീസ് ഒരുപാട് മലയാളത്തിൽ വരാറുണ്ട്. അപ്പൊ അതിൽ പലതും നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ കേരള പാഠാവലിക്കകത്തു നിന്നാണ് വരുന്നത്. അപ്പൊ അതില് ഒരു കഥ ഓർമ്മയുണ്ട്. ഒരു കുട്ടി എവിടെയോ ഇരിക്കുമ്പോൾ ഒരു ചത്ത എലിനെ വിൽക്കാനെങ്ങാണ്ട് കടയിലിരിക്കുന്നു. അപ്പൊ ആ ഒരാള് വന്ന് വാങ്ങുന്നു. ഒരു പുള്ളി വന്നിട്ട് ഒരെണ്ണ കൊടുക്കുന്നു. ഇവൻ ആ ഒരെണ്ണ വെച്ച് എന്തോ മറ്റേ വെല്ലോ എന്തൊക്കെയോ വാങ്ങി. പുള്ളി പതുക്കെ ഇത് ബിസിനസ് ചെയ്ത് വലുതായിട്ട് അവസാനം അത് കൊടുത്ത ആൾക്ക്, ഇയാളോട് മറ്റേ സഹതാപ തോന്നിയത് കൊടുത്ത ആൾക്ക് അതിന്റെ പലിശയും ഒക്കെ കൊടുക്കാൻ ചെല്ലുന്നു. അപ്പൊ അയാളുടെ ഇല്ലം ക്ഷയിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കഥ ഓർമ്മയുണ്ടോ? അത് പണ്ട് ഇതിൽ പഠിക്കാണ്ടായിരുന്നു. അതുപോലെ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങയുടെ കഥ. അത് അത് ഫേമസ് ഐതിഹ്യമാലയിൽ ആയിരുന്നു, കോടംബരണിയിലെ ആ ആ ആ ഉപ്പുമാങ്ങ ഐതിഹ്യമാലയിലെ കഥയാണ്. അത് പക്ഷെ ആ ഉപ്പുമാങ്ങ ഭരണി മറ്റേ ചീന ഭരണികള് പിന്നെ ഭരണി. ഏൽപ്പിക്കുന്നതൊക്കെ ആയിട്ട് അതൊക്കെ ഇങ്ങനത്തെ കുറെ അത് സംഭവങ്ങൾ. നല്ല നല്ല രസമുള്ള, പക്ഷെ അതൊക്കെ ഒരുപാട് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ട്രേഡ് ലിങ്ക്സിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം അതാണ്. അന്നോട്ട് ചൈനയുമായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ചീനവലയും ചീനച്ചട്ടിയൊക്കെ ഉള്ളത്. നമ്മുടെ ആർക്കിടെക്ചർ തന്നെ ഭയങ്കര സിമിലർ ആണ്. യെസ് അതെ എല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ. ഇവൻ പറങ്കികളും ചൈനക്കാരും അറബികളും എല്ലാവരും നമുക്കും തന്നിട്ടുണ്ട്, നമ്മൾ അങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും അല്ല, കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉൾപ്പെടെ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മലയാളികൾ ജനറലി ഒരു വളരെ ഇൻക്ലൂസീവ് ഇതാണ്. ഇന്നാള് ഞാൻ എവിടെയോ ഒരു യൂട്യൂബ് വീഡിയോയിൽ ആക്ച്വലി കണ്ടതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലാണ് ബാക്കിയുള്ള സ്ഥലങ്ങളെക്കാളും മതവെറി കുറവെന്ന്. കാരണം കേരളത്തിലെ കൺവേർഷൻസ് ഹാവ് ഓൾ ബീൻ പീസ്ഫുൾ കൺവേർഷൻസ്. പിന്നെ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ കൺവേർഷൻസ് അത്ര ഡ്രാസ്റ്റിക് കൺവേർഷൻസ് അല്ല. കേരളത്തിലുണ്ടാകുന്ന ക്രിസ്ത്യൻസ് എന്ന് വെച്ചാല് ഒരുപക്ഷെ ഹിന്ദുക്കൾ വരുന്നതിനെക്കാട്ടി മുന്നേ വന്ന ക്രിസ്ത്യൻസ് ആണ്. അതേപോലെ ഇസ്ലാം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ അറബികളുടെ ഒരു പ്രസൻസ് കേരളത്തിൽ പണ്ടേ വന്നു. അതിനൊക്കെ ട്രിക്കിൾ ഡൗൺ ചെയ്തിട്ട് അങ്ങനെ ഒരു ഇൻവേഷൻ രീതിയിലൊന്നും വന്നിട്ടില്ല. ഈ പോർട്ട് സിറ്റീസ് ഉള്ള പോർട്ടിനോട്, അതായത് സിയോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങൾ ഈ പറഞ്ഞ ഇൻക്ലൂസിവിറ്റി കുറച്ച് അധികമായിരിക്കും എന്നാണ്. കാരണം എല്ലാം ട്രേഡ് ലിങ്ക്സ് വഴിയായിരിക്കും, കുറച്ചുകൂടി എക്സ്പോഷർ ഉണ്ടാവും. ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കുറച്ചുകൂടി ഈ പറഞ്ഞത് കുറവ്, അതായത് ഒരു സഹിഷ്ണുത കുറവെന്ന് പറയാമല്ലോ. അതൊരു സ്റ്റഡി ഉണ്ടായിരുന്നു അതിന്റെ. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ഐതിഹ്യമാലയിൽ പോലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടേഴ്സ് കത്തനാറ് പോലെ ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്കി പോലെ മുസ്ലിം ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഭയങ്കര ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തില്. 15th സെഞ്ചുറിയിൽ എപ്പോഴോ പോർച്ചുഗീസുകാരായിട്ടുള്ളൊരു യുദ്ധം ഉണ്ടായിരുന്നു. അന്ന് പോർച്ചുഗീസുകാർ ഒരു സൈഡിലും സാമൂതിരിയും ഗുജറാത്തിലെ സുൽത്താനും ഈജിപ്തുകാരും എല്ലാം ഒരു സൈഡിലും. അതിൽ നമ്മൾ തോറ്റ്, അത് വേറെ കാര്യം. പക്ഷെ ഇത് പറഞ്ഞത് ഈ പോർച്ചുഗീസ് ആക്ച്വലി ഇവിടെ വന്നപ്പോ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. വളരെ സ്നേഹത്തോടെയാണ് നമ്മളോട് താമസിക്കുന്നത്. അപ്പൊ അവർ ഇവിടുത്തെ ക്രിസ്ത്യൻസിനെ പറഞ്ഞിളക്കാൻ നോക്കി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇവിടെ ഇവരുടെ വൈ യു ഫ്രണ്ട്സ് വിത്ത് ബാക്കി ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ആയിട്ട് നിങ്ങൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ ആൾക്കാർ താൻ പോകണമെന്ന് അങ്ങനെ ട്രൈ ചെയ്തു. പക്ഷെ അത് പോയില്ല. അങ്ങനെയാണ് യുദ്ധത്തിലേക്ക് എത്തിയത്. അതെനിക്ക് തോന്നുന്നു മറ്റേ മനു എസ് പിള്ളയുടെ ഒരു ബുക്കില്ലേ, ദന്തസിംഹാസനം, ഐവറി ത്രോൺ, അതിൽ ഈ സ്റ്റോറിയെ കുറിച്ച് ഒരു ചെറിയൊരു പാർട്ട് പറയുന്നുണ്ട്. ഹൗ ദേ ട്രൈ, ബിക്കോസ് അവരുടെ ജനറൽ ടാക്ടിക് അതാണ്. പോർച്ചുഗീസും സ്പാനിഷും wherever they go they try to push religion. ഒരു പുതിയ ബുക്കുണ്ട്, റിബൽസ് മിഷണറി സംതിങ് ലൈക്ക് ദാറ്റ്. റിബൽസ് അല്ല, ഞാൻ മിഷണറി. ഏറ്റവും ലേറ്റസ്റ്റ് പുള്ളിയുടെ ആദ്യത്തെ തന്നെ ആവശ്യമുള്ളിടത്ത് വായിച്ചു. ഞാൻ മാർത്താണ്ഡവർമ്മയുടെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് അത് വായിച്ചിട്ടാണ്. പക്ഷെ ഒരുപാടുണ്ട്, അതങ്ങ് ഇരുന്ന് വായിക്കാൻ പാടാണ്. അത് റെഫറൻസിന് നല്ല റെഫറൻസ് മെറ്റീരിയൽ ആണ്. എന്താ അൺഹോളി അലയൻസസോ, പക്ഷെ എന്താ പേര് മറന്നുപോയി. ഒരെണ്ണുണ്ടല്ലോ, ഒരു മഹാത്മാ മിഷണറി എന്ന് കോട്ടിസൺ അങ്ങനെ ഒരെണ്ണമുണ്ട്. എന്തോ ഒരു അലയൻസസ് അല്ലേ. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി നീങ്ങുന്നു. അതെ, നമ്മൾ തെന്നി മാറുന്നു, വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. യെസ്, ഫാൾസ് അലയൻസസ്.
ബാക്ക് ടു ഫോൾസ് ദ പോയിന്റ്. ആലൈസ്. ഫോൾസ് False ആലൈസ്. allies. False ഓക്കെ, allies. തിരിച്ച് നമുക്ക് നമുക്ക് ബാലസാഹിത്യം നന്ദനാരുടെ ഇതിൽ കയറി ഒന്ന് ഉണ്ണിക്കുട്ടന്റെ ഒരു ഡിസ്കസ് ചെയ്യാം. ദിവസം. ഉണ്ണിക്കുട്ടൻ ഐ തിങ്ക് ഉണ്ണിക്കുട്ടന്റെ ലോകം. എല്ലാവരും വായിച്ചിട്ടുള്ള സാധനമായിരിക്കും. അതിന്റെ ഫസ്റ്റ് ഒരു ഭാഗമൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ശരിക്കും ഒരു കുട്ടിയുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ ആട്ടിൻകാട്ടം പെറുക്കിയെടുത്ത് പോക്കറ്റിലിടുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈർക്കിൽ വെച്ച് കാക്കത്തീട്ടം തോണ്ടി തോണ്ടി ഉരുട്ടി കൊണ്ടു. അല്ല, അതിൽ എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള ചില കാര്യങ്ങളാണ്. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അച്ഛന്റെ കൂടെ ടൗണിൽ പോകും. അപ്പോ ഇവന് ഏകദേശം ഉറപ്പാണ് സർവത്ത് വാങ്ങിച്ചു കൊടുക്കുന്നത്. സർവത്തോ കോലുമിഠായിയോ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന്. എന്നിട്ട് തിരിച്ചു വന്നു അപ്പൊ ചോദിക്കും, ചേട്ടാ എന്താണ് സർവത്താണോ അത് വാങ്ങിച്ചതെന്ന്? അല്ലാന്ന് പറഞ്ഞു. കോലുമിഠായിയാണ്. അല്ല. പിന്നെ എന്താ കിട്ടിയെന്ന് ചോദിച്ചു. പിന്നെ ഐസ്ക്രീം എന്ന് പറഞ്ഞു. ഇവനങ്ങ് കംപ്ലീറ്റ്ലി തകർന്നു. പിന്നെ അവൻ ആലോചിക്കുകയാണ് എങ്ങനെ ഇത് സാൽവേജ് ചെയ്യാന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ കടലാസ് കോപ്പയിലാണോ പളുങ്ക് കോപ്പയിലാണോ ഐസ്ക്രീം കഴിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കടലാസ് കോപ്പയിൽ. അതവന് സമാധാനമായി. കാരണം അവൻ കടലാസ് കോപ്പയിൽ അവൻ കഴിച്ചിട്ടുണ്ട്, പളുങ്ക് കോപ്പയിൽ അവൻ കഴിച്ചിട്ടില്ല. അപ്പൊ ചേട്ടൻ കടലാസ് കോപ്പയിലാണെന്ന് കഴിച്ചതെന്ന് പറഞ്ഞപ്പോ കുറച്ച് സമാധാനമായി. ആ സൈക്കോളജി കറക്റ്റ് പുള്ളി ഇത് കൊണ്ടുവന്നു. അല്ല, ഒരു കുട്ടി ആയിരിക്കണം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ കുട്ടിത്തം വിട്ടുപോയില്ലെങ്കിൽ ബാലസാഹിത്യം എഴുതാൻ കുറച്ച് പാടാണ്. അതിൽ തന്നെ മറ്റേ പൊട്ടിയ കളയുന്ന കഥ, ഇതൊക്കെ മറ്റേ തട്ടുപുറമൊക്കെ കയറി വൃത്തിയാക്കി പൊട്ടിയ കളയുന്ന വീട്ടിൽ നിന്ന്. സ്പ്രിംഗ് ക്ലീനിങ് ആക്ച്വലി. Spring cleaning. ഒരു അനിയനോ അനീത്തിയോ എന്തോ ഉണ്ടാവുന്ന ഒരു ഒരു സെക്ഷൻ. അനിയത്തിയുണ്ട്, ഒരു ചേട്ടനും ഉണ്ട്. ചേട്ടനും അതൊക്കെ ഉണ്ട്. അപ്പൊ ചെറിയൊരു ആൾക്കൊരു മിഡിൽ ചൈൽഡ് സിൻഡ്രോം ഉണ്ട് ശരിക്കും. അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ഇതൊരു റേഡിയോ നാടകമായിട്ട് വരുമായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. എനിക്ക് ഓർമ്മയുള്ളത് മധുമോഹന്റെ ഒരു സീരിയൽ വരുമായിരുന്നു. മധുമോഹൻ ആ സമയത്ത് ചറപറ സീരിയൽ ചെയ്യുമായിരുന്നു. പുള്ളിക്ക് പറ്റിയ മെറ്റീരിയലാണ് ഉണ്ണിക്കുട്ടന്റെ ലോകം. കാരണം ഇതിനകത്ത് ഒന്നും സംഭവിക്കുന്നില്ല, അത് എത്ര വേണമെങ്കിൽ വലിച്ചു നീട്ടാം കുറേ കാലം. ഇത് അതെ, മാനസികത്ത് ഭയങ്കര സംഘർഷഭരിതമായ നിമിഷം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒന്നുമില്ല. ചായക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കുന്നതൊക്കെയാണ് ഒരു ദിവസത്തെ സംഘർഷം. ഇവിടെ സംഘർഷമില്ല, ഒന്നുമില്ല. ഒരു അമ്മമ്മയുണ്ട്, 2 പിള്ളേരുണ്ട്, അല്ല 3 പിള്ളേരുണ്ട്, പുള്ളി മധുമോഹനുണ്ട് അച്ഛന്റെ റോളില്. വേറെ ഒന്നും നടക്കുന്നില്ല. പുള്ളിക്ക് പറ്റിയ മെറ്റീരിയൽ ആയിരുന്നു അത്. വീട്ടിലാരോ കമന്റും ചെയ്തിട്ടുണ്ട്, അച്ഛനാണ് കണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, അത് ഇങ്ങനെ പൊക്കോളുന്നു കുറെ കാലം. മധുമോഹന്റെ സീരീസ്. പക്ഷെ ടു ബി ഫെയർ, പുള്ളിയുടെ സീരിയലും ഇപ്പോഴത്തെ സീരിയലും നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ സീരിയൽ 100 വട്ടം ഭേദം. അതങ്ങനെയല്ലേ പറയുള്ളൂ എല്ലാവരും. കാരണം ആ സമയത്ത് സഹിക്കാൻ പറ്റില്ലായിരുന്നു. പുള്ളിയായിരുന്നു ഫാദർ ഓഫ് ദ മെഗാ സീരിയൽ. അതാ പറയുന്നത്. ഓരോ ജനറേഷനിലും എങ്ങനെ കൂടുതൽ ഒബ്നോക്ഷ്യസ് ആവാൻ പറ്റുമോ അത്രയും ഒബ്നോക്ഷ്യസ് ആയി വരികയാണ് സീരിയലുകൾ. വീട്ടില് ഇത്തവണ പോകുമ്പോഴും 1-2 കാണും. ഈ പറയുന്ന പോലെ കുറെ ഫുള്ള് മേക്കപ്പ് ഇട്ട ആന്റിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടുന്നു. അത് തന്നെ ഫുൾ ടൈം കുറെ സ്ലോ മോഷൻ. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ഡാൻസ് കളിക്കുന്ന ഒരു ഇൻസ്റ്റാ പ്രൊഫൈൽ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? അന്യ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ്. അതിന് താഴത്ത് ഇവര് ഡാൻസ് കളിക്കുന്നു. ആ ബീറ്റിന് കറക്റ്റ് ആയിട്ട് സിങ്ക് ആയിട്ട്. അത് ഈ വീടുകളൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതാണ് സീരിയലിലുള്ള വീട് പോലെ, സീരിയലിലുള്ള വീട് പോലെ എന്ന് പറയാം. വലിയ കൊട്ടാരം പോലത്തെ വീടിന് ഇപ്പൊ പറയുന്നതാണ്. നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഉണ്ണിക്കുട്ടന്റെ ലോകം പറഞ്ഞ സ്ഥിതിക്ക് ഒരെണ്ണം എനിക്ക് പറയാം. ടോട്ടോച്ചാൻ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വായിച്ചിട്ടുണ്ട്. ജാപ്പനീസ്. അതെനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നൊരു ബുക്കാണത്. അത് ഈ പറഞ്ഞമാര് ഭയങ്കര കുറച്ച് സാഡ്നെസ് ഒക്കെ ഉണ്ട്. കാരണം അത് വേൾഡ് വാറിന്റെ സമയത്ത് വരുന്ന, അതായത് ഐ മീൻ അന്ന് വായിച്ചപ്പോ ഞാൻ അത് റിയലൈസ് ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്തു, നമ്മുടെ ഒരു സ്കൂൾ സിസ്റ്റത്തിൽ സെർട്ടൺ ടൈപ്പ് ഓഫ് കുട്ടികൾക്ക് മാത്രമേ സ്പേസ് ഉള്ളൂ. നമ്മള് പഠിക്കുമ്പോഴും ഇപ്പോഴാണ് പിന്നെയും അങ്ങനെയല്ല. നമുക്ക് കുറച്ചുകൂടി മോണ്ടിസറി മാറ്റൊരു സ്പേസിൽ കുട്ടികൾക്ക് വളരാൻ നമ്മൾ അല്ലാണ്ട് ഒരു വളരെ റിജിഡ് ആയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം 8 ദിവസം 100 പ്രാവശ്യം എഴുതിക്കൊണ്ട് വരും എന്നുള്ള സിസ്റ്റത്തിൽ നിന്നാണ് നമ്മളൊക്കെ വന്നേക്കുന്നത്. ഇപ്പൊ ടോട്ടോജൻ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നും പറ്റാണ്ടായിട്ട് വേറൊരു സ്കൂളിൽ, അതായത് കളിയിലൂടെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലേക്ക് പോകുന്നതും ആ വേൾഡ് വാറിന്റെ സമയത്ത് ഇവൻച്വലി ആ സ്കൂൾ അടച്ച് ഐ തിങ്ക് ഷെൽഡാവും തോന്നുന്നു. അതെനിക്ക് തോന്നുന്നതെന്തോ അതാണ് അതിന്റെ ഒരു കഥ. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് ഈ പറഞ്ഞമാരെ ബാലസാഹിത്യം
ഇൻസുലേറ്റ് ചെയ്യേണ്ടത് എടുത്ത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി കുട്ടികൾക്ക് ആ ഇമോഷൻസ് മനസ്സിലാവുന്ന രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് ഭയങ്കര നല്ലൊരു ബുക്കാണത്. ഞാൻ ഹൈലി റെക്കമെൻഡഡ്. അത് എനിക്ക് തോന്നുന്നു ഞാൻ വായിച്ച മലയാളത്തിലാണ്, പക്ഷെ അതിന്റെ എല്ലാ ലാംഗ്വേജസിലും എനിക്ക് തോന്നുന്നു ഒരുപാട് ലാംഗ്വേജസിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടോച്ചാൻ ജനാലക്കരികിലെ പെൺകുട്ടി യാ അതായിരുന്നു, യാ ദ അങ്ങനെ ഗേൾ എന്തായിരുന്നു എന്റെ നെക്സ്റ്റ് ടു പേര്. ദ വിൻഡോ. അപ്പൊ ആ പേരിനാണ് ഞാൻ ഒരു കുട്ടി പാട്ടിക്ക് പേര് ടോട്ടോ. ഞാൻ അത് ചോദിക്കാൻ വരെയായിരുന്നു, ടോട്ടോ ടോട്ടോക്ക് പേര് ടോട്ടോച്ചാൻ എന്നാണോ? ടോട്ടോയ്ക്ക് ആ അവന് സ്കൂൾ ഇങ്ങനെ സിസ്റ്റം ഭയങ്കര രസമല്ലേ, അവരുടെ സ്കൂൾ സിസ്റ്റം ഒക്കെ നല്ല, അതിനെപ്പറ്റി പറയുന്നതൊക്കെ നല്ല ഇതാണ്. ഒരു 80s 90s ഇഷ്ടം പോലെ ഈ ഫോറിൻ ലിറ്ററേച്ചർ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുക. ബാബായക പ്രത്യേകിച്ച് റഷ്യൻ റഷ്യൻ സാധനങ്ങൾ, ഡെന്നിസിന്റെ കഥകളും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്? എന്റെ അടുത്തൊരു ഏത്? ഇതുണ്ടായിരുന്നു, റഷ്യൻ ഒരു ഇത്. വ്ളാഡിമർ പുട്ടിനാണ് അതിലെ മെയിൻ ക്യാരക്ടർ. ഈ പുട്ടിനല്ല, മറ്റേ പഴയ പുട്ടിൻ. അത് പഴയ കുട്ടികളുണ്ടോ? പഴയ ഒരു സ്റ്റാലിനോ ലെനിനോ വല്ലവരും ആണോ? അതെ, തലയുള്ള ഒരാള്, ഒരു കുശാന്തടിയൊക്കെ ഉള്ള ഒരാള്, അത് മുട്ടത്തലയൊക്കെ. ലെനിൻ അല്ലേ? അത് ലെനിൻ, 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 വ്ളാദിമിർ ലെനിൻ, ലെനിൻ. ലെനിൻ. വ്ളാഡിമർ അയ്യോ, ലെനിൻ, sorry. ആൾക്കാർ മറന്നു. ഓടിക്കും അല്ലല്ലേ? പറയല്ലേ. കത്തി. അല്ല, അപ്പൊ പുള്ളിയുടെ പടമുള്ള കോമിക്സ്, അതായത് പുള്ളി കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ക്രിസ്മസോ ന്യൂ ഇയർ ഡിന്നറിന്റെ എന്തോ ഒരു കഥ. അപ്പം എനിക്കെന്ത് ലെനിൻ ആരാന്നൊന്നും കൃത്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. ആരാണോ, കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ ബുക്കൊക്കെ എടുത്ത്, ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ബുക്കാണ്. അതൊരു റഷ്യൻ പബ്ലിക്കേഷൻ. അപ്പൊ അതിന്റെ പേപ്പറിന്റെ ക്വാളിറ്റി ഒക്കെ ഭയങ്കര, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈസോപ്പ് കഥകളും ജാതക കഥകളുടെയും പേപ്പർ ക്വാളിറ്റി അല്ല അതിനുള്ളത്. ശരിക്കും ഒരു ഫോറിൻ ബുക്കിന്റെ ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇതിങ്ങനെ വളരെ പ്രഷ്യസ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇത് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മറ്റെങ്ങനെമാരെ ഉണ്ടല്ലോ ഞാൻ ആലോചിച്ചു. പിന്നെ രണ്ടാമത് കഥ വായിക്കുമ്പോഴാണ് ആക്ച്വലി പുള്ളിയെ ഒന്ന് എനിക്ക് തോന്നുന്നു ഹ്യൂമനൈസ് ചെയ്ത് പ്രൊപ്പഗണ്ട. ഇങ്ങനെ ആ പ്രൊപ്പഗാൻഡ ആയിരുന്നു ഇപ്പൊ മനസ്സിലാക്കുന്നു. പക്ഷെ ആയുടെക്കെല്ലാം പ്രൊപ്പഗണ്ട ആയിരുന്നു. അതെനിക്ക് സ്പീക്കിംഗ് അബൌട്ട് ഓർമ്മയില്ല. പ്രൊപ്പഗാൻഡ വേണ്ട. മനസ്സിലായി എങ്ങോട്ടാ പോകുന്നത്. മുതലക്കുഞ്ഞിന്റെ കഥയാണോ? ആ യെസ്, ആ, ഓക്കെ, ഓക്കെ. ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്. എടീ പെണ്ണെ, അപ്പൊ നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, നമ്മളിപ്പോ പോഡ്കാസ്റ്റ് ഓ തുടങ്ങി യെസ് വന്നതല്ലേ ഉള്ളൂ. അതെ, കുറച്ചാൾ കഴിയട്ടെ. ഓ അതെ മനസ്സിലായി അതെ, മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഓക്കെ. കുറച്ച് ടൈം എടുക്കും വരാനായിട്ട്. അതിന്റെ പക്ഷെ ഒരു ഏർലി വേർഷൻ ആണത്. ഈ റഷ്യൻ എല്ലാ കോമിക്സ് അല്ല, ഈ സ്റ്റോറീസിന്റെയും ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഭയങ്കര കിടലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പെൺകുട്ടികളൊക്കെ ആയിരുന്നു ആദ്യത്തെ ക്രഷ്. നല്ല നല്ല റോസ് കവിളുകളും ഒക്കെയുള്ള. അല്ല, അപ്പൊ മനോരമയുടെ അല്ലേ? ഇല്ല അതിനു മുമ്പ്, അത് പിന്നെ മനോരമയ്ക്ക് മുമ്പ് എത്തി. അത് പിന്നെ ആക്ച്വലി പക്ഷെ മറ്റേ യുറേക്ക മാഗസിനില്ലേ, യുറേക്കയില്. അതിൽ വരുമായിരുന്നു ഇതുപോലെ കഥകൾ. അതുപോലെ വീട്ടിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, നിക്കോളായ് നോസോവ് 11 സ്റ്റോറീസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് എന്ന് പറഞ്ഞിട്ട്. നല്ല രസമുള്ള എന്താണ് വാട്ടർ കളർ ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഉള്ളതാണ്. അതിലെ കഥകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഥകളൊന്നുമില്ല, ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിലൊരു ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടായിരുന്നു. അത് പുസ്തകത്തിന്റെ ഒരു 1/3 ഒരു സ്റ്റോറിയാണ്. കുറെ പിള്ളേര് വീട്ടിലൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ട് കോഴിക്കുഞ്ഞിന്റെ മുട്ട വിരിയിക്കുന്നത് ഭയങ്കര രസമുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ത്രൂ ഔട്ട് ആ ഇൻക്യുബേഷൻ പ്രോസസ്സ് എല്ലാം പഠിപ്പിക്കുകയാണ് അതിൻ്റെ അകത്ത്. ആ ഒരു 26 ഡിഗ്രി ഫാരൻഹൈറ്റ്, 26 ഡിഗ്രി സെൽഷ്യസ് എന്തോ മെയിൻറ്റെയിൻ ചെയ്യണം ത്രൂ ഔട്ട്. അങ്ങനത്തെയൊക്കെ ഇവരെന്നിട്ട് ഒരു ബൾബാണ് വെക്കുന്നത് ചൂട് കിട്ടാനായിട്ട്. എന്നിട്ട് ഈ തെർമോമീറ്ററിൽ ചൂട് കൂടുമ്പോൾ ആ ലാമ്പിന്റെ അടിയിൽ ബുക്സ് വയ്ക്കും. അപ്പൊ ഈ ബൾബ് കുറച്ചുകൂടെ പൊക്കത്തിൽ പോകും. അപ്പോൾ സാധനത്തിന്റെ ടെമ്പറേച്ചർ കുറയും. അങ്ങനെയൊക്കെ ഭയങ്കര രസമുള്ള ഒരു സാധനമായിരുന്നു. റഷ്യൻ ലിറ്ററേച്ചർ ആ കാലഘട്ടത്തില് വെസ്റ്റേൺ ലിറ്ററേച്ചറിനെ കാട്ടി വളരെ വളരെ പ്രോഗ്രസീവ് ആയിരുന്നു, എക്സെപ്റ്റ് ആ ലെനിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞു. അവരുടെ സയൻസ് ഫിക്ഷൻ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരു സയന്റിഫിക് സ്പിരിറ്റ് അവർ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. കാരണം ഐസക് അസിമോവ് റഷ്യക്കാരനായിരുന്നോ? ചോദിക്കാൻ പറ്റുമായിരുന്നു. അല്ല അല്ല പുള്ളി US അല്ല. അമേരിക്കൻ ആയിരുന്നു. ആക്ച്വലി പേര് അങ്ങനെയാന്നേ ഉള്ളൂ തോന്നുന്നു, അമേരിക്കൻ ആയിരുന്നു തോന്നുന്നു. അമേരിക്കനാണ്. എന്റെ അടുത്തൊരു പഴയൊരു അസ്മോവ് അല്ലേ പിന്നെ ശ്രീലങ്കയിൽ എങ്ങാണ്ട് പോയി കുടിയേറിയത്? അറിയില്ല.
Asimov actually ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ ഇപ്പൊ ഈ ഹാർഡ് ബൗണ്ട് കോപ്പി ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ഞാനത് സെർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി ഇത് പഴയ ഒരു പുസ്തകം, അലക്സാണ്ടർ റസ്കിൻ എന്നൊരു റൈറ്ററുടെ വെൻ ആക്ച്വലി അതിന്റെ ഇംഗ്ലീഷ് പേര് മലയാളത്തിലുള്ള ബുക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റഷ്യൻ ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തതാ. വെൻ ഡാഡി വാസ് യങ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. അതായത് ഇദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡിലുള്ള സംഭവങ്ങൾ ഇതായിട്ട് പറയുന്നത്, മീൻസ് ഒരു സെറ്ററിക്കലായിട്ട് പുള്ളിയുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് മകളോട് പറയുന്നതായിട്ട് ഒരു സംഭവം. വെൻ ഡാഡി വാസ് ലിറ്റിലോ ഡാഡി വാസ് യങ്ങോ അങ്ങനെ എന്തോ ഒരു സംഭവം. മലയാളത്തിൽ അങ്ങനത്തെ എന്തോ ഒരു പേരായിരുന്നു. അത് അത് ഉണ്ടായിരുന്നു, ഒരു പുസ്തകം ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ ബ്രെഡിന്റെ സൈഡില്, മറ്റേ ബ്രെഡിന്റെ സൈഡ് ഇഷ്ടമല്ല, അപ്പൊ അതിങ്ങനെ മുറിച്ച് മാറ്റി വെക്കും. അങ്ങനെയുള്ള കുറെ കുഞ്ഞു കുഞ്ഞു പുള്ളിയുടെ കുറച്ച് ക്വിർക്സും ഹോബികളും, പിന്നെ ഒരു പട്ടി അഡാപ്റ്റ് ചെയ്യുന്ന സംഭവമൊക്കെ അങ്ങനെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു കഥകൾ. പിന്നെ ഇത് വരുന്നത് മറ്റേ മീസിൽസ് എന്തോ വരുന്നതും ചിക്കൻ ബോക്സ് വരുന്നതും അങ്ങനെ എന്തൊക്കെയോ അനുഭവങ്ങളൊക്കെ ആയിട്ട് എഴുതിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മയുള്ളത് റഷ്യൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ. പിന്നെ റഷ്യൻ നാടോടി കഥകൾ, അത് ഒരു ഉഗ്രൻ സംഭവം, ഒരു പുസ്തകം ഉണ്ടായിരുന്നു കയ്യിൽ. അതിപ്പോ എവിടെ പോയെന്ന് ദൈവത്തിനറിയാം. അതെ അതെ. അല്ല, മാതൃഭൂമി ബുക്സിന് തന്നെ ഉണ്ടായിരുന്നു റഷ്യൻ നാടോടി കഥകളുടെ ഒരു എന്റെ കഥ. ഇപ്പോഴും ഞാൻ ഉണ്ട് അവർക്ക് പബ്ലിഷ്. അവർ ഇപ്പോഴും ഇതിലുണ്ട്. മാതൃഭൂമിയുടെ തന്നെ ഇലിയഡ് ഒഡീസി ഉണ്ടായിരുന്നു മാതൃഭൂമി ബുക്സിന്റെ വിവർത്തനം ചെയ്തത്. അതിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഗ്രീക്ക് മിത്തോളജി കേട്ടു തുടങ്ങിയത്. അത് നല്ലതായിരുന്നു. ഇലിയഡ് ഒഡീസി എനിക്ക് ആദ്യത്തെ തവണ വായിച്ചപ്പം ഭ്രാന്ത് പിടിച്ചു, തീരെ കൊച്ചായിരുന്നു. കാരണം ഈ പേരുകളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഒരു കണക്ഷനും കിട്ടിയില്ല. പക്ഷെ പിന്നെ വായിച്ചപ്പോ അങ്ങ് പിടിച്ചു, ശരിക്കും കത്തിപ്പിടിച്ചു. ഇതില് വരുന്നുണ്ടല്ലോ നോളാന്റെ. ഏതാ ഒഡീസി അല്ലേ? ഓ, അത് പുള്ളി ശരിക്കുള്ള മറ്റവരെ കൊണ്ടുവരുന്നൊക്കെ തോന്നുന്നുണ്ട്. കണ്ണുകുത്തി പൊട്ടിച്ച് സൈക്ലോപ്സിന് ഉണ്ടാക്കുന്ന ഒറിജിനാലിറ്റിയുടെ ആവശ്യം ആളാണല്ലോ പുള്ളി. അങ്ങനെയൊക്കെ ട്രോള് വരുന്നുണ്ട് ഇപ്പൊ. ഇപ്പൊ പറഞ്ഞില്ലേ, അതിനകത്ത് ഈ എന്റെ കൊച്ചച്ഛന് കുറെ ഗിഫ്റ്റ് കിട്ടിയ, അതായത് മറ്റേ പ്രൈസ് കിട്ടിയ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പുള്ളി കൊണ്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ, പഴയ സാധനങ്ങളൊക്കെ മൂപ്പരുടെ കളക്ഷനിലാണ്, അച്ഛന്റെയും പുള്ളിയുടെ ഒക്കെ ആയിട്ട്. അപ്പൊ അതിലൊരെണ്ണം പുള്ളിക്ക് പ്രൈസ് കിട്ടിയൊരെണ്ണം ഫോക്ക് ടെയിൽസ് ഫ്രം അറൌണ്ട് ദ വേൾഡ് എന്ന് പറഞ്ഞിട്ട് അസാധ്യ ഇലിസ്ട്രേഷൻസ് ഉള്ള ഒരു സംഭവമായിരുന്നു. വലിയ ബുക്കായിരുന്നു. അപ്പൊ അതിനകത്ത് ഇങ്ങനെ മാഗസിൻ സൈസുള്ള ഇതുപോലെ ഹാർഡ് ബൗണ്ട് കവറുള്ള ഒരു സാധനം. അതിനകത്തൊരു ഒരു ഇലിസ്ട്രേഷൻ എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഒരു ഫെയറിയെ ഒരാളും ഒരു ഫെയറിയുമായിട്ട് ഇഷ്ടത്തിലാവുന്നു. ആ പുള്ളിക്കാരി ഇങ്ങനെ നമ്മുടെ ഇതുപോലെ തന്നെ മറ്റേ ഗോൾഡൻ എഗ്സ്, ഗൂസ് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ്സ് സ്റ്റോറിയുടെ ഒരു വേർഷനാണ്. പുള്ളിക്കാരി ഈവൻ ഭയങ്കര പാവപ്പെട്ടവനാണ്. അപ്പൊ പുള്ളിക്കാരി കരയുമ്പോൾ കണ്ണീന്ന് വരുന്ന വെള്ളമില്ല, മറ്റേ കണ്ണീര് വീണിട്ട് അത് ഇതാവും, എന്താ പറയാ, ജുവൽസ് ആവും. അത് കൊടുത്ത് അത് വിറ്റിട്ട് നിങ്ങൾ മറ്റേ എന്താ വെച്ചാൽ കടം വീട്ടിക്കോളാനോ എന്തോ, അമ്മയുടെ ചികിത്സ നടത്തിക്കോളാൻ അങ്ങനെ എന്തോ പറഞ്ഞ് കൊടുക്കും. അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഇവന്റെ അമ്മ തന്നെ ഇവനെ പറയും നമുക്ക് ഇനിയും കൂടുതൽ മറ്റേ ഇവനെ ഒരു അത്യാഗ്രഹം ഉണ്ടാക്കി അങ്ങ് വിടും. അപ്പൊ അവർക്ക് അത്യാഗ്രഹിയാണ്, അവർ കയറ്റി വിടും. എന്നിട്ട് പുള്ളി ഇവിടെ തല വെട്ടിയെടുത്തുകൊണ്ട് വരാൻ പറയും. തല വെട്ടിയെടുത്തുകൊണ്ട് വരുമ്പോൾ എന്തോ അൺഫോർച്ചുനേറ്റ് തിങ് ഹാപ്പൻസ്. അത് അങ്ങനെ ഒരു കഥ ഓർമ്മയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് തന്നെ, പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥയുടെ വേറൊരു വേർഷൻ. അത് ഓർമ്മയുണ്ട്. അതിന്റെ ഇലിസ്ട്രേഷൻസ് ഒക്കെ അടിപൊളിയാണ്, ഭയങ്കര. അതായത് ഈ പുള്ളിക്കാരി ഇവൻ കാണുന്നത് ആദ്യം കാണുമ്പോൾ മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന ഒരു പല്ലിയായിട്ടാണ്. അത് ട്രാൻസ്ഫോം ആവും, ഒരു വലിയ പല്ലിയാണ് അത്. ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറിപ്പോവും. ഇപ്പൊ ഇവൻ കൂടെ ചെല്ലും. അപ്പൊ ഇവര് ട്രാൻസ്ഫോം ആയിട്ടാണ് ഈ ഫെയറി ആവുന്നത്. ഫെയറി ആണോ മന്ത്രവാദിനിയാണോ ഓർമ്മയില്ല, അങ്ങനെ ഒരു കഥ. അത് ഏത് രാജ്യത്തുനിന്ന് വന്നാന്നറിയില്ല, റഷ്യനാണോ വേറെ ഏത് രാജ്യം എന്നറിയില്ല. ഫോക്ക് ടെയിൽസ് ഫ്രം അറൌണ്ട് ദ വേൾഡ് എന്നായിരുന്നു ബുക്കിന്റെ പേര്. ഞാൻ ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, വേറെ കഥകൾ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല. ബുക്കൊക്കെ എവിടെയാണ്? റഷ്യൻ സ്റ്റോറീസ് ഭയങ്കര പ്രൊഫൗണ്ട് ആണ്. ഈ യുറീക്കയുടെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് അത് തന്നെ മലയാളി പിള്ളേർക്ക് ഒരുപാട് സയന്റിഫിക് ടെമ്പർ ഒക്കെ കൊണ്ടുവന്നൊരു മാഗസീനാണ്. എനിക്കൊന്ന് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലേ, നമുക്ക് എക്സാംസ് ഉണ്ടായിരുന്നു യുറീക്കയുടെ. അപ്പൊ അതിനകത്ത് ഇതേപോലെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. റഷ്യൻ കഥയാണ്. ഒരു റോബോട്ടിന് ഒരു ശലഭത്തോട് പ്രേമം തോന്നുന്നു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? റോബോട്ടിന് പ്രോഗ്രാം ചെയ്ത ചില വാക്കുകൾ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ദിവസവും റോബോട്ട് ഈ വാക്കുകൾ പറയും. എന്നുവെച്ചാൽ പിള്ളേര് ചോദിക്കും, മ്യൂസിയത്തിലെ എംപ്ലോയീസ് പറഞ്ഞു കൊടുക്കും എന്താ ചോദിക്കും. അത് പിള്ളേര് ചോദിക്കും, റോബോട്ട് അതിന് ഉത്തരം പറയും. അപ്പം എല്ലാവരും കൈയടിക്കും, റോബോട്ട് ഹാപ്പി. ഇപ്പൊ രാത്രിയാകുമ്പോ ഒരു ശലഭം വന്നിട്ട് ഇങ്ങനെ റോബോട്ടിനോട് സംസാരിക്കുമ്പം റോബോട്ടിന് തിരിച്ച് പറയണമെന്നുണ്ട്, അതിന് മറുപടി പറയണമെന്നുണ്ട്. അപ്പം മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ റോബോട്ടിന്റെ ആ പ്രീ പ്രോഗ്രാംഡ് ആൻസേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ബട്ട് സംഹൗ അത് ഈ ഡയലോഗുമായിട്ട് അങ്ങ് ചേർന്ന് പോകും.
അപ്പം ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു സ്ലോ, ഒരു ചെറിയ ലവ് സ്റ്റോറി അവിടെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം രാത്രിയാകുമ്പം ഈ ശലഭം പെട്ടെന്ന് അകത്തോട്ട് കയറുന്നു. പിന്നെ പുറയിലൊരു വവ്വാലും ഇതിനെ പിടിക്കാൻ. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആഹ് ഈ ശലഭം പറയുന്നുണ്ട്. പക്ഷെ റോബോട്ടിന് തിരിച്ച് പറയാൻ കഴിയുന്നില്ല. റോബോട്ടിന്റെ മനസ്സിൽ പറയുന്നുണ്ട് വവ്വാലിനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ വെളിയിൽ വരുന്നത് വെൽക്കം ടു ദ മ്യൂസിയം ഓ സംതിങ് ഒക്കെ. അപ്പൊ അപ്പം എന്നിട്ട് ഇത് കൈ വീശാനൊക്കെ ശ്രമിക്കുന്നതൊന്നും നടക്കുന്നില്ല. പക്ഷെ അവസാനം ഈ വവ്വാലിന്റെ ആക്രമണത്തില് ശലഭം wounded വീഴുകയാണ്. പിന്നെ വവ്വാൽ അങ്ങ് പോകും, ഇതിനെ കാണാൻ പറ്റാതെ. അപ്പം ശലഭം ലാസ്റ്റ് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിങ്ങനെ എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല എന്ന് റോബോട്ടിനോട് ചോദിക്കുമ്പോൾ അപ്പൊ റോബോട്ട് തിരിച്ചു പറയുന്ന ഉത്തരം അതൊരു ഹ്യൂമറസ് പ്രീ പ്രോഗ്രാംഡ് ആൻസർ ആണ്, പക്ഷെ അത് കുറച്ച് ക്രൂവൽ ആയിട്ട് വരുന്നുണ്ട്. അത് അത് കേട്ടോണ്ടാണ് ഇത് കണ്ണടയ്ക്കുന്നത്. അപ്പൊ പിറ്റേ ദിവസം ഈ മ്യൂസിയത്തിൽ പിള്ളേര് വരുന്നു, അത് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പം എന്താ നിന്റെ പേരെന്ന് ചോദിക്കുമ്പോൾ റോബോട്ടിന് കേട് വന്നിട്ട് അവളൊരു ശലഭമായിരുന്നു, അവളുടെ പേര് ഇതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ തിരുത്തി പറയാൻ ശ്രമിക്കുക. അങ്ങനെ മ്യൂസിയം ഓപ്പറേറ്റേഴ്സ് തീരുമാനിക്കുന്നു ഇതിന് കേട് വന്നു, റിമൂവ് ഇറ്റ് ഫ്രം എക്സിബിറ്റ്സ്. അങ്ങനെ തീരുമാനിക്കുന്നു. വളരെ ഹോണ്ടിങ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇതേപോലെ ഐ മീൻ ക്വൈറ്റ് വളരെ ക്ലോസ് ആയിട്ട് ഒരു സ്റ്റോറി ഇതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, ഇത് യൂറോപ്യൻ സ്റ്റോറി എന്താണ്, ഒരു ഇതുപോലെ ഒരു സാധനം, ഒരു റോബോട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രോപ്പാണ്. ഒരു കൊച്ചിന് ഓരോ പാർട്സ് ആയിട്ട്, ശരീരത്തിലെ ഓരോ പാർട്സ് ആയിട്ട് ഒരു കൊച്ചിനെടുത്ത് കൊടുക്കുകയാണ്. ആ കൊച്ചിന് ദാരിദ്ര്യം കാരണം ഭക്ഷണം കഴിക്കാൻ എന്തോ വകയില്ലാഞ്ഞിട്ട് ഈ റോബോട്ട് ഓരോ പീസായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവസാനം ആ കൊച്ച് രാത്രി തണുത്ത് മരിക്കുമ്പം ഈ റോബോട്ടിന്റെ കോറ്, ഹാർട്ടിലുള്ള ബാറ്ററി ഉടയും 2 പീസായിട്ട്, റോബോട്ടും ചാവുന്നതായിട്ട്. കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള തീംസ് ഒക്കെ ഉണ്ടായിരുന്നു യൂറിക്കയില്. അതുപോലെ തന്നെ ബാക്കി എല്ലാ പ്രസിദ്ധീകരണങ്ങളും പുരാണ കഥകളും കൊണ്ടുവരുമ്പോ യൂറിക്കയുടെ ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ പുരാണ കഥകൾ കുറച്ചൊരു അന്ധവിശ്വാസ മോഡലാണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചോണ്ട്. ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ്. അത് ജസ്റ്റ് എന്താ പറയുക, ഒരു എന്റർടൈനിങ് റീഡായിരുന്നു. ആക്ച്വലി ഒരു ഐഡിയോളജി സപ്പോർട്ട് ചെയ്യുന്ന ഇതിൻ്റെയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഏകദേശം സയന്റിഫിക് ടെമ്പറിന് വേണ്ടിയുള്ളതാണല്ലോ പ്രൈമറിലി. അതെ. അതില് ഓർമ്മയുള്ളൊരു 2 കഥ എന്ന് വെച്ചാൽ, ഒരെണ്ണം തീയാളൻ ഭൂതം എന്ന് പറഞ്ഞിട്ടൊരു സംഭവത്തിന്റെ കഥയുണ്ടായിരുന്നു. ഒരു കുട്ടി രാത്രി നടന്നു പോകുമ്പോൾ, ഈ പാടത്തിന് അടുത്തോട് പോകുമ്പോൾ പാടത്തിലൂടെ തീ ആളി പിടിക്കും പെട്ടെന്ന് പുള്ളിയുടെ മുമ്പിൽ. അപ്പൊ കൂട്ടുകാരൻ ഒരു കൊടുത്ത ബാലപ്രസിദ്ധീകരണത്തില് തീയാളൻ ഭൂതത്തിന്റെ കഥയുണ്ട്. അപ്പൊ അതാണെന്ന് വിചാരിച്ച് ഇവൻ വീട്ടിൽ പോകും, വീട്ടിലേക്ക് ഓടിച്ചെല്ലും, പനി പിടിച്ചു കിടക്കും. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ ഇയാളുടെ ഒരു പ്രൊഫസർ, ഒരു അങ്കിൾ വന്നിട്ട് അതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യം ഇവന് കാണിച്ചു കൊടുക്കും. രാത്രി ഇവനെ അവിടെ പാടത്തേക്ക് കൊണ്ടിട്ടുണ്ട്, ഫോസ്ഫറസ് രാത്രി കത്തുന്നതാണ് വേസ്റ്റ് കൂട്ടിയിട്ടിട്ട്, അതുകൊണ്ടാണ് നിനക്കത് തോന്നിയെന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ടായിരുന്നു. അതേപോലെ ഈ കഥ നമ്മുടെ ശബരിമലയിലെ കെട്ടുനിറയുടെ ബേസ് ചെയ്തിട്ടൊരു കഥയാണ് കേട്ടോ. അതായത് ശരിക്കും പറഞ്ഞാല് അതില് കെട്ടുനിറ കഴിഞ്ഞിട്ട് ഈ ചില നാളികേരങ്ങൾ ഹോളിട്ടിട്ട്, നെയ്യ് നിറയ്ക്കേണ്ട നാളികേരം ഹോളിട്ടിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതാവുമ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് കൊടുത്തയക്കും വീട്ടിലേക്ക്. ബാക്കിയുള്ളവർ കെട്ടി നിറച്ച് ശബരിമലയ്ക്ക് പോയി. അപ്പൊ ഇവനോട് വീട്ടിലേക്ക് പൊക്കോളാൻ പറയും. അപ്പൊ ഇവൻ രാത്രി ആണ് ഒരു പാടം കടന്ന് വേണം പോവാൻ. അപ്പൊ കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഇവനിങ്ങനെ ഓടുമ്പോൾ ചൂളം വിളിക്കുന്ന ശബ്ദം കേൾക്കും. അപ്പൊ ഇവന് പേടിയാവും, അവന് ഓടാൻ തുടങ്ങും. നല്ല സ്പീഡിൽ ഓടും തോറും ഇങ്ങനെ ചൂളം വിളിക്കുന്ന ശബ്ദം അടുത്തടുത്ത് വരുന്നതായിട്ട് തോന്നും. അപ്പൊ ഇവനവിടെ എത്തിക്കഴിയുമ്പോൾ വീട്ടിൽ ഇവന്റെ ഒരു അങ്കിളുണ്ട്, പുള്ളി നിൽക്കുവാണ്. പുള്ളിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരാളാണ് പുള്ളി. അതുകൊണ്ട് പുള്ളി കെട്ടുനിറക്കി പോകാമായിരുന്നു. പുള്ളി ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഞാനിങ്ങനെ ചൂളം വിളിക്കുന്ന ശബ്ദം കേട്ടു, എൻ്റെ പുറകെ അത് ഓടി വരുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറയും, നിന്റെ ബാഗ് നോക്കട്ടെ എന്ന് പറയും. ബാഗ് നോക്കുമ്പോൾ അതിനകത്ത് 3-4 തേങ്ങ ഇരിക്കാം. ഒരൊറ്റ അടി വെച്ച് കൊടുത്തിട്ട് പറയും, ഇതിനകത്തേക്ക് കാറ്റ് കടന്നിട്ട് അത് വിസിലടിക്കുന്ന ശബ്ദമാണ് നീ കേട്ടത് എന്ന് പറയുന്ന ഒരു കഥ കൂടിയുണ്ട്. അത് ഓർമ്മയുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു കഥയും കൂടെ പറഞ്ഞേക്കാം. അപ്പം ഇത് ഈ പുരാണങ്ങളോടുള്ള ഒരു ഡിസ്ഡെയിൻ കാണിക്കുന്നതാണ്. അപ്പം ഇത് മഴയെ കുറിച്ചുള്ള കഥയാണ്. മഴ എങ്ങനെ ഉണ്ടായി വരുന്ന ഒരു
വാട്ടർ സൈക്കിൾ ഉണ്ടല്ലോ, ആ കഥയാണ്. അപ്പൊ ബേസിക്കലി അതിനകത്തൊരു കൊച്ചിന് കൗതുകം ഉണ്ടാകുന്നു. അപ്പം ഏതൊരു മുതിർന്ന ക്യാരക്ടറിനോട് ചോദിക്കുകയാണ് എങ്ങനെ ഈ മഴ ഉണ്ടാകുന്നു. അപ്പൊ ക്യാരക്ടർ ചോദിക്കും നിന്റെ മനസ്സിലെന്താ. അപ്പം അവൻ പറയും എന്നോട് അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ കഥ. അത് ഈ മുകളില് ദേവാസുര യുദ്ധം നടക്കുമ്പോൾ ദേവന്മാര് മൂത്രം ഒഴിക്കുന്നതാണ് മഴ. സെയിം വേർഡ്സ് ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇപ്പൊ ആലോചിക്കുന്നു അങ്ങനത്തെ വാക്ക് അങ്ങനത്തെ ഒരു കഥ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല. ബട്ട് ആ ഒരു ഡിസ്റ്റേ ഭയങ്കര ട്രൈബലൈസ് ചെയ്ത് കളഞ്ഞു. അല്ല അത് ഇറ്റ്സ് അന്ന് ഹ്യൂമറസ്. അല്ല അന്ന് എടുത്ത് പൂങ്കാലയിടാൻ ചാനലുകളില്ല. പത്രത്തിൽ ഇല്ല, ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രാധിപർക്ക് ഒരു കത്ത്, അതിൽ കൂടുതലൊന്നും പറ്റില്ല. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. തീർച്ചയായിട്ടും. നമ്മള് പറയാതെ പോയൊരു ആളുണ്ട്, കുഞ്ഞുണ്ണി മാഷ്. ഉം. കുഞ്ഞിന്റെ മാഷ് Again, നമ്മള് ഠായി ഠായി മിഠായി തിന്നുമ്പോൾ എന്തിഷ്ടായി, തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. കുട്ടി കവിതകളും അഗൈൻ നമുക്ക് ആ ഭാഷയോട് ഉള്ളൊരു ഇത് ലവ്, റൈംസിനോടുള്ള ലവ് വരുത്തിയ ഒരാളാണ്. ചെറിയ ചെറിയ പുള്ളിയായിരുന്നു ആക്ച്വലി മാതൃഭൂമിയില് കുട്ടേട്ടൻ എന്ന പേരില് പുള്ളി എനിക്കൊന്ന് കത്തുകൾക്ക് ഉത്തരം കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. മറ്റേ ബാലസാഹിത്യത്തിന്റെ എഡിറ്റർ, ബാലപംക്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു മാതൃഭൂമി മാസികയില്. അതിന്റെ എഡിറ്റർ രണ്ട് കുട്ടികൾ ഇങ്ങനെ കുട്ടേട്ടൻ. പേപ്പർ വായിക്കണ ഒരു അത് തന്നെ ചെറിയൊരു അത് തന്നെ ഇത്. അതിലെ കുട്ടേട്ടൻ എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണി മാഷായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ വേറൊരാളുടെ എനിക്ക് തോന്നുന്നു അതൊരു ഇത് മാത്രമാണെന്ന് തോന്നുന്നു, ലൈക്ക് ഒരു മാൻഡൽ കുട്ടേട്ടൻ മാത്രം. എന്ന് അത് പിറകിൽ ആള് വേറെ ആയിരുന്നു, പക്ഷെ അത് തുടങ്ങുമ്പോ കുഞ്ഞുണ്ണി മാഷായിരുന്നു. അതറിയില്ല. പക്ഷെ ഇപ്പോ നമ്മുടെ എന്താ ആളുടെ പേര് മറന്നുപോയി. നമ്മുടെ എഡിറ്റൊക്കെ ചെയ്യുന്ന ആളുടെ പേര് ആക്ച്വലി പി പുരുഷോത്തമൻ നായർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പുള്ളി കുട്ടേട്ടനായിരുന്നു എന്നൊരു സംശയം. അത് മറ്റേ ഇതിൽ വന്നില്ല, റേഡിയോ ഇതുകൂടി വന്നിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ റേഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ബാലലോകത്തിലും വന്നിട്ടുണ്ടായിരുന്നു, ബാലപംക്തിയിലും ഇതേ ആള് തന്നെയായിരുന്നു എനിക്ക് സംശയമുണ്ട്, എനിക്കറിയില്ല കേട്ടോ. അത് അയാളെയാണോ ഉദ്ദേശിക്കുന്നത് ആണോ ഉദ്ദേശിക്കുന്നത്, എനിക്ക് രണ്ടും ഒരാളാണെന്ന് അറിയില്ല. ഇപ്പോ നമ്മുടെ അവളുടെ പേര് കിട്ടിയില്ല, പിന്നെ ഞാനും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബുക്ക് ഇരിപ്പുണ്ട്, കാതികന്റെ പണിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. കാതികന്റെ പണിപ്പുരയല്ല, കാതികനൊരു അങ്ങനെ ഒരു സംഭവമുണ്ട്, പുള്ളിയുടെ കുറിപ്പുകളായിട്ടൊരു സാധനമുണ്ട്. അപ്പൊ അയാളാണോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ കമന്റിൽ എങ്ങനെ ഇടാൻ നോക്കാം, എനിക്ക് ലിങ്കിൽ ഇടാൻ നോക്കാം. ഞാൻ ഈ ബാലസാഹിത്യത്തിന്റെ സിപ്പി പള്ളിപ്പുറം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇൻസിഡന്റ്ലി ഞാൻ ഇവിടെ പേർത്തില് ഒരു മലയാളം സ്കൂൾ റൺ ചെയ്യുന്നുണ്ട് കുറച്ച് ആളുകൾ കൂടി. ഇറ്റ്സ് വോളണ്ടറി തിങ്. വരുന്ന ടീച്ചേഴ്സും അതിന്റെ പ്രിൻസിപ്പളും സ്റ്റാഫും അവിടുത്തെ അഡ്മിൻ സ്റ്റാഫും ഒക്കെ ഇവിടുത്തെ മലയാളീസ് ആണ്. അവരെല്ലാവരും അവരുടെ ടൈം എല്ലാ സാറ്റർഡേയ്സും നമുക്ക് ക്ലാസ് ഉണ്ട് ഇവിടെ. എന്റെ 2 കുട്ടികളും പോകുന്നുണ്ട്. ചെറിയ ആൾ എന്തിനാ പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അവനോട് പോയി ക്ലാസ് കൂടെ തുറന്നാണ്. മൂത്താള് പോയി ഇപ്പൊ മലയാളമൊക്കെ നമ്മുടെ സ്വരാക്ഷരങ്ങളൊക്കെ വൃത്തിയായിട്ട് എഴുതാം, കുറച്ച് ഇതൊക്കെ പഠിച്ചു തുടങ്ങി, അതൊക്കെ കുറച്ച് മലയാളമൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ലാസ്റ്റ് ഇയർ ദേ ഡിഡ് ഒരു ലൈബ്രറി അവര് ഫോം ചെയ്തു. 100-300 ബുക്കുകളുണ്ട് അതില് വന്ന. അപ്പൊ അതിൽ ഈ ഓഥേഴ്സ് അപ്പൊ വളരെ ഫെമിലിയർ ആണ് എനിക്ക്, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ഓർമ്മയില്ലാത്തത്. ഈ സിപ്പി പള്ളിപ്പുറം, നരേന്ദ്രനാഥൻ, ഡോക്ടർ ശ്രീകുമാർ, ഇവരുടെയൊക്കെ ബുക്കുകളുടെ ഒരു കളക്ഷൻ ഇവർ ചെയ്യുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദീസ് ബുക്സ് ഇപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കേരള ബുക്ക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്, അവിടുന്നാണ് ഈ മോസ്റ്റ് ഓഫ് ദീസ് ബുക്സ് വന്നേക്കുന്നത്. അപ്പൊ അതുമാതിരി കുറെ നല്ല നല്ല കഥകൾ, ഇതുമാതിരി സുമംഗലയുടെ കഥകള്, അതുമാതിരി 1-2 പുതിയ ആൾക്കാർ ഞാൻ നോട്ടീസ് ചെയ്യണ്ടായി. അതൊരു വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നമുക്കുള്ളത്. ആൻഡ് ഇവിടുത്തെ ഇംഗ്ലീഷ് കുട്ടികളുടെ ബുക്സ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ കഥകൾ കുറച്ചും കൂടി പറഞ്ഞ മാതിരി നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള കഥകൾ കുറച്ചും കൂടെ എന്താ പറയാ ഏജ് അപ്രോപ്രിയേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ചിലതൊന്നും അല്ല, ശരിക്കും കുറച്ചും കൂടെ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്.
ഈവൻ ആനിമൽസ് ആണെങ്കിൽ കൂടെ അതിൽ ആനിമൽസിന്റെ ഡെപ്ത് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ മോന്റെയൊക്കെ ബുക്സ് എടുത്ത് നോക്കുമ്പം അതില് ഒരെണ്ണം ജിറാഫ് കുഡൻ ഡാൻസ്, ഇതൊക്കെയാണ് കഥകള്. ജിറാഫിന് ഡാൻസ് ചെയ്യാൻ പറ്റും, അത് ജിറാഫിന് വളരെ ദുഃഖം. ഫേമസ് ആണ്. ജിറാഫ് ആ ദാറ്റ് കുഡൻ ഡാൻസ്. കുറെ വായിച്ചു കൊടുത്തിട്ടുള്ളതാണത്. അതുമാതിരി ഒരു കഥകളിലെല്ലാം പിന്നെന്താ പറയാ, ചെറിയ കഥ, അതായത് ഈവൻ ആനിമൽസും കുട്ടികളായിട്ടാണ് അവരെ കാണിച്ചേക്കുന്നതൊക്കെ. നമ്മുടെ നിന്ന് കുറെ കൂടെ വ്യത്യാസം, നമ്മുടെ മനുഷ്യരുടെ കഥകളാണ് കൂടുതൽ, അല്ലാത്ത ഉണ്ട് ഇല്ല എന്നല്ല. പക്ഷെ ഈ എന്താ പറയാ, ഈ ബുക്സ് ഒക്കെ ഇതെങ്ങനെ ഒരുപാട് പ്രീച്ചിയാണ്. ഞാൻ അത് ഒരുപാട് സാധനം പഠിച്ചിട്ടുണ്ട്. ഈ ജിറാഫ് ദാറ്റ് കുഡൻ ഡാൻസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഇസ് അബൌട്ട് ബോഡി ഷേമിങ്. എല്ലാ ആനിമൽസും കൂടെ ജിറാഫിന് ഡാൻസ് കളിക്കാൻ പറ്റൂലായിരുന്നു, ജിറാഫിനെ ബോഡി ഷെയിം ചെയ്തു. ജിറാഫ് ഒറ്റയ്ക്കായപ്പോ ജിറാഫ് തന്നെത്താൻ എന്തോ ചീവീടിന്റെ ശബ്ദത്തിന് ഡാൻസ് കളിച്ചു. അതാണ് സാധനം. അതുപോലെ കുറെ അങ്ങനത്തെ കുറെ പുസ്തകങ്ങൾ ഇവിടെ ഒരു പ്രോഗ്രാം. ഫ്ലെമിംഗോന്റെ ഉണ്ട് ഒരു കഥ, പിങ്ക് ഫ്ലെമിംഗോന്റെ ഒരു കഥയുണ്ട്. ഫ്ലെമിംഗോ പിങ്ക് ആണെന്ന് പറഞ്ഞിട്ട് ഫ്ലെമിംഗോ ബോഡി ഷേമിംഗ് ആണ് അതിന്റെ മെയിൻ ഇത്. വൈ യു കുഡ് ബി ഡിഫറെന്റ്. അഗ്ലി ഡക്ലിംഗ് അതാണല്ലോ. അത് വേറെ. ഇത് പക്ഷെ മലയാളത്തിൽ കഥകളൊന്നും അങ്ങനെയൊന്നല്ല. ഇതില് ക്യാരക്ടേഴ്സിന്റെ പേര് തന്നെ നമ്മൾ ചിലപ്പോ ബോഡി ഷെയിം ചെയ്തുകൊണ്ടുള്ള അഡ്ജക്റ്റീവ് ഉള്ള ക്യാരക്ടേഴ്സ് നമുക്കുണ്ട് നമ്മുടെ പല ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ്. കറുത്ത കൂറ്റനായ മനുഷ്യൻ എന്ന് പറഞ്ഞാ തുടങ്ങുന്നു, പ്രത്യേകിച്ച് നെഗറ്റീവ് ക്യാരക്ടേഴ്സിന്. ചാപ്പനെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കസും പോരാട്ടം, ചാപ്പനെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ എങ്ങനെയാ വരുന്നത്? ഈ കുഞ്ഞിക്കൂനൻ അയാളുടെ ബേസിക്കലി അയാളുടെ ബോഡി അല്ലല്ലോ അയാളുടെ ഐഡന്റിറ്റി, അതിന്റെ അകത്തുള്ളൊരു പേഴ്സണിനെ ആണല്ലോ. കുഞ്ഞിക്കുഞ്ഞെ വിമൽ കുമാർ എന്ന് വിളിച്ചാൽ തെറ്റ് പറയുന്നു. നമുക്ക് ഒരുപാട് ആക്ച്വലി ഇനിയും സംസാരിക്കാനുണ്ട്. സ്വാമി ആൻഡ് ഫ്രണ്ട്സിനെ കുറിച്ച് സംസാരിക്കണം, ജംഗിൾ ബുക്കിനെ കുറിച്ച് സംസാരിക്കണം, ഫേമസ് 5, സീക്രട്ട് 7, അതെല്ലാം കിടക്കുകയാണ്. സാൻഡി മ്യൂട്ടാണ്. മാർക്ക് ട്വെയിൻ, ഹക്കിൾബറി ഫിൻ, അങ്ങനെ ഒരുപാട് ടോം സാധനങ്ങളുണ്ട്. സോയർ. അപ്പൊ നമുക്ക് ഒരു ചാപ്റ്റർ കൂടെ വേണ്ടി വരും. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി അന്യഭാഷയിലോട്ട് അടുത്ത ആഴ്ച കിടക്കാം. താങ്ക് യു. ആസ് ഓൾവേസ് ഗ്രേറ്റ് ഫൺ. This is Sandeep, Krishna Kumar, Anoop and Lekha signing off. Thank you. Bye.